ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ആന്റിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2025 ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തി, നമ്മളെ പരിപാലിച്ചു. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ ദൃഷ്ടി നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമുഖമായി ചില കാര്യങ്ങൾ പറയട്ടെ. പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡ് ലവ് ഈച്ച് അതർ ഗ്രൂപ്പ് ദൈവനാമമഹത്വത്തിനായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അനുഗ്രഹമായി ഓരോ മീറ്റിങ്ങുകളും ദൈവം അവിടുന്ന് നടത്തി തന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ആക്ച്വലി നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുന്ന ദിവസമാണ്. കഴിഞ്ഞ 237 പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ അനുഗ്രഹമായി ദൈവം നടത്തി തന്നു. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ വേർഡ് മിനിസ്ട്രി, പിന്നെ സാക്ഷ്യയോഗങ്ങൾ, പല സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും അനുഭവ സാക്ഷ്യം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. കൂടാതെ നമുക്ക് ശനിയാഴ്ച പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിയുവാനിടയാക്കി. അനേക സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും വചനം ശ്രവിക്കുവാനിടയാക്കി. ഡോക്ടറോട് സംസാരിക്കുക, അങ്ങനെ അനേക പ്രോഗ്രാമുകൾ കൂടി ആത്മീയ വർധനവ് പ്രാപിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ഒന്ന് പകരുവാനായിട്ട് ആണ് നാം ഈ 3 വെള്ളിയാഴ്ചകൾ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പല സഹോദരിമാരിൽ നിന്നും കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവർക്കും ഒരു സൗഹൃദം സ്ഥാപിക്കുവാനും വചനം പഠിക്കുവാനും വചനം പറയുവാനും പാട്ടുപാടുവാനും എല്ലാത്തിനും ഉള്ള പ്രാർത്ഥിക്കുവാൻ, അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഒരുക്കി തന്നു. കൂടാതെ വളരെ സന്തോഷത്തോടെ പറയുവാനുണ്ട്, പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡ് യൂത്ത് ഗ്രൂപ്പും വളരെ ആരംഭിക്കുവാനും വളരെ അനുഗ്രഹമായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനേക യുവ സഹോദരിമാർക്ക് അത് പ്രയോജനമായി തീർന്നിരിക്കുന്നുണ്ട്. തുടർന്നും ആ പ്രവർത്തനങ്ങളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രവർത്തനങ്ങൾ കൂടി ദൈവം അനേക കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആത്മീയ വർധനവയ്ക്കായിട്ട് ചെയ്തു തീർക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്നും ആ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്മിൻസിനെയും പല പ്രതികൂല സാഹചര്യങ്ങളും കൂടി കടന്നു പോകുമ്പോഴും ദൈവം ശക്തിപ്പെടുത്തിക്കൊണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ത്തിനും മതിയാവുന്നു എന്നുള്ള ആ വാക്കുകള്, ആ വചനം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വരെയും ദൈവം നടത്തി. ഇനിയും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് പറയാം. ഞാൻ ഓപ്പണിംഗ് പ്രെയർ സിസ്റ്റർ മറിയാമ്മ അലക്സാണ്ടർ, ഒരു പാട്ട് പാടുന്നത് സിസ്റ്റർ ഷേർലി ബാബുക്കുട്ടി, വചനത്തിൽ നിന്നും സിസ്റ്റർ ജിഷ രാജു നമ്മളോട് ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. ദൈവം കൊടുത്തിരിക്കുന്ന വചനത്തെ അത് അനുഗ്രഹമായി തീരട്ടെ. കൂടാതെ സാക്ഷിക്കുള്ള സമയമാണ്. അത് സഹോദരിമാർക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ എല്ലാവരും സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് ഇടയാക്കട്ടെ. അതിലൂടെയുള്ള ബന്ധത്തിൽ ശാന്തമാൻ്റിയും ബീന സിസ്റ്ററും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ഈ സമയത്ത് സിസ്റ്റർ മറിയാമ്മ അലക്സാണ്ടർ, മറിയാമ്മാൻ്റി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഓവർ ടു മറിയാമ്മ അലക്സാണ്ടർ ആൻറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. അവനെ പാടി കീർത്തനം ചെയ്യുവിൻ. അവന്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിപ്പിൻ. അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം
സന്തോഷിക്കട്ടെ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ പ്രിയ പിതാവും ദൈവവുമേ, അവിടുത്തെ പാദപീഠത്തിങ്കൽ അല്പസമയം ഞങ്ങൾക്ക് വേറിട്ട് ആശ്വസിപ്പാനായിട്ട് ഇങ്ങനെ ഒരു മീഡിയ അവിടുന്ന് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കൂടി വന്ന് ഞങ്ങളെ ഒക്കെയും അവിടുന്ന് അറിയുന്നു, അവിടുന്ന് കാണുന്നു, അവിടുന്ന് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന അവിടുത്തെ നാമത്തെ സ്തുതിപ്പാനാണ്, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാനാണ്, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്ക് പുകഴുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് നല്ലവനായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഞങ്ങൾ അന്വേഷിക്കുന്നവരാണ് കർത്താവെ. ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന ഹൃദയവുമായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നദ്ധയിൽ അടുത്തു വരികയാണ് കർത്താവെ. ഇയർ എൻഡിങ് മീറ്റിങ്ങിനായിട്ടാണ് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് എത്രമാത്രം വിശ്വസ്തനായിരുന്നു, നല്ലവനായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്ന ദിവസങ്ങളാണ്. ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചവനാണ് അവിടുന്ന്. ഞങ്ങൾ ദിവ്യ സമാധാനം അനുഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ രോഗത്തിൽ അവിടുന്ന് വൈദ്യനായിരുന്നു. ആ കൈകളുടെ തലോടൽ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. അനേക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ പലരും ഉണ്ട് കർത്താവെ. എന്നാൽ ആ പ്രതിസന്ധിയിലൊക്കെയും അവിടുന്ന് പ്രതിസന്ധി മാറിയതല്ല എങ്കിലും ആശ്വാസം പകർന്നു തന്ന് അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യാണ് കർത്താവെ. അവിടുന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാവിൽ ആനന്ദം പകർന്നു തന്നതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പാൻഡറ്റ് ഫോർ ദ ലിവിങ് ആത്മമിത്രം ഗ്രൂപ്പുകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഈ നല്ല കൂട്ടായ്മ അവിടുന്ന് തന്നു. ഞങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാൻ, ഞങ്ങൾക്ക് സ്നേഹം പകർന്നു തരുവാൻ, കർത്താവെ അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം പ്രാർത്ഥനയിൽ പോരാടുവാൻ ഒക്കെയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മീഡിയ അവിടുന്ന് തന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതിന്റെ ഭാരവാഹികളെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരെയും അവിടുന്ന് താങ്ങി നടത്തുന്നതിനായിട്ട് സ്തോത്രം. അവർക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ അവിടുന്ന് താങ്ങി നിർത്തുകയാണ് കർത്താവെ. അവിടുന്ന് താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു, കൃപയിൽ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ നെറ്റ് ഇഷ്യൂ ഒന്നും ഉണ്ടാകുവാൻ ഇടയാകാതെ അവിടുന്ന് തന്നെ ആ കാര്യങ്ങളെ അവിടുന്ന് ക്രമപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. ആ പാദപീഠത്തെങ്കിൽ ആ മറിയ ഇരുന്നത് പോലെ ഇരുന്ന് ആ സ്നേഹം അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അതിനായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് പാട്ട് പാടിത്തരുന്ന ഷേർലി ബാബുക്കുട്ടിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ കൂടെ ഇരിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മെസ്സേജ് തരുവാനായിട്ട് ഞങ്ങളുടെ സഹോദരി ജിഷ രാജൻ രാജസ്ഥാനിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ കർത്താവെ. അവിടുന്ന് നൽകി കൊടുത്തിരിക്കുന്ന വചനം ഞങ്ങൾക്കൊക്കെയും പ്രയോജനത്തിനായിട്ട് അവിടുന്ന് ഭവിക്കുവാൻ തക്കവണ്ണം ആത്മാവിനാൽ നിറച്ച് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് അവിടുത്തെ സാക്ഷ്യം പറയുന്ന സഹോദരിമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ, ഞങ്ങളുടെ കർത്താവെ അവിടുന്ന് വല കീറുമാറ ഞങ്ങളെ അനുഗ്രഹിച്ച കാര്യങ്ങൾ ഒക്കെയും ഞങ്ങൾക്ക് കേട്ട് അവിടുത്തെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളോട് ഒപ്പം ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. പ്രാർത്ഥനയിൽ ഞങ്ങളെ ലീഡ് ചെയ്യുന്ന ശാന്തമയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ബീനായെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ ഉടനീളം അവിടുത്തെ സാന്നിധ്യം ഉള്ളതിനായിട്ട് സ്തോത്രം. അവിടുന്ന് തന്നെ
പ്രത്യക്ഷനായിട്ട് ഈ കാര്യങ്ങളെയൊക്കെ നിവർത്തിച്ചു തരുവാൻ അവിടുന്ന് ഞങ്ങളോട് ഒപ്പമുള്ളതുകൊണ്ട് സ്തോത്രത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഈ കാര്യങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ കൂടി വന്ന എല്ലാ സഹോദരിമാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. അവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. ആമേൻ. താങ്ക് യു ആന്റി. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തു. പ്രാർത്ഥനാ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നമുക്ക് ഇപ്പോൾ നമ്മളുടെ കൂടിവരവില് നമുക്ക് ആശ്വാസവും സന്തോഷവും നൽകുവാനായിട്ട് പാട്ടുകൾ നമ്മൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ അനേക സഹോദരിമാർക്ക് അതിനുള്ള കൃപകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അവര് ദൈവനാമത്തിന് ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇപ്പോൾ സിസ്റ്റർ ഷേർലി ബാവുക്കുട്ടി ഒരു പാട്ട് പാടുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എനിക്ക് ഇങ്ങനെ പാട്ട് പാടുവാൻ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം ഷീബാൻഡിയോടും നമ്മുടെ ഗ്രൂപ്പിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. തൊണ്ട അത്ര ശരിയല്ല എങ്കിലും പാടാമെന്ന് ഞാൻ ഏൽക്കുകയായിരുന്നു. ഈ മറിയം മേരിക്കുട്ടി ആൻറ്റി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഞാൻ ഇന്ന് പാടാനിരിക്കുന്ന ആ പാട്ടിനകത്ത് അതിൻ്റെ പല വരികളുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരി തന്നെ എഴുതിയൊരു പാട്ടാണ് ഞാൻ പാടുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ലീലാമ്മ കുറിയാക്കോസ് ആൻറ്റി എഴുതിയൊരു പാട്ടാണ് ഞാൻ പാടുന്നത്. എനിക്ക് ആ പാട്ട് നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു ആൻറ്റി എഴുതിയതാണെന്നൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ അത് ശ്രദ്ധിച്ച് പാടിയപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം തന്നൊരു പാട്ടാണ്. അതുകൊണ്ട് ഇന്ന് ആ പാട്ട് പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ 612 പാട്ട്. അൻപൊടെന്നെ പോറ്റും പ്രിയന്റെ ഇൻപമേറും സ്വരം കേട്ടു ഞാൻ, തുൻപമാകറ്റി ഞാൻ പാടിടും അൻപു നിറഞ്ഞ യേശുവേ. ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കുമെൻ പ്രിയ, ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കും എൻ പ്രിയ. നൊന്തു നീറും എൻ മാനസത്തെ നാഥൻ ശാന്തി തന്നു രക്ഷിച്ചു, കണ്ണുനീർ തൂകിടും നേരത്തും കാന്തൻ പൊൻകരത്താൽ തുടച്ചു. ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കുമെൻ പ്രിയ, ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കുമെൻ പ്രിയ. രോഗത്താൽ ഭാരപ്പെട്ടിടുമ്പോ രോഗത്തിൻ വൈദ്യനാം പ്രിയനിൽ മാറോടു ചേർന്നു ഞാൻ പാടിടും, മന്നിതിൽ പ്രിയനെ വാഴ്ത്തിടും. ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കുമെൻ പ്രിയ, ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കും എൻ പ്രിയ. മുൾമുടി ചൂടിയേനിക്കായി മൂന്നണി മേൽനദിൻ തൂങ്ങിയേ, മുറ്റുമെന്നെ കഴുകിടുവാൻ മുഴുവൻ ചെന്നിണം തന്നവൻ. ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കുമെൻ പ്രിയ, ഇത്രമാ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കും എൻ പ്രിയ. സ്തോത്രം. വളരെ
അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് ലീലാമാൻഡിക്ക് എഴുതുവാനും അത് ഷേർലി സിസ്റ്ററിന് വളരെ മനോഹരമായി പാടുവാനും ദൈവം കൃപ ചെയ്തു. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സ്നേഹത്തെ വർണ്ണിക്കുവാനായിട്ട് നമുക്ക് വാക്കുകളില്ല. ആ ഓരോ ദിവസവും നമ്മെ അതേപോലെ ദൈവം നടത്തി പരിപാലിച്ചു, സ്നേഹിച്ചു. ആ സ്നേഹത്തെ നമ്മൾ പ്രദർശിപ്പിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ ഓരോ പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ ആ സ്നേഹം, മറ്റുള്ള സഹോദരിമാരുടെ സ്നേഹവും നമുക്ക് ഓരോരുത്തരും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ജിഷ രാജു സിസ്റ്ററെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹോശേയ 6:5 3 വാക്യം. നാം അറിഞ്ഞുകൊള്ളുക. ഹോശേയ 6:3. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എനിക്ക് ഈ പാൻഡത്ത് ഫോർദിലെ ശുശ്രൂഷകൾ ഓർക്കുമ്പോൾ വളരെ പറയുവാനുള്ള ഒരു കാര്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഈ വേദി വളരെ പ്രയോജനമായി തീർന്നിട്ടുണ്ട്. ദൈവത്തെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. നാം വചനം പഠിക്കുവാനായിട്ട് ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കുമ്പോൾ ദൈവം നമുക്ക് ഓരോ വേദികളെ ഒരുക്കി തരും. ഈ ഒരു വേദിയിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തെ, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദൈവത്തെ അന്വേഷിപ്പാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും മറിയാമാൻഡി പ്രാർത്ഥിച്ചതുപോലെ അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഈ വേദി ഒരുക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന ആ വചനം നമുക്ക് സിസ്റ്റർ ജിഷ രാജുവിൽ നിന്നും കേൾക്കാം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ഓവർ ടു ജിഷ രാജു സിസ്റ്റർ. സിസ്റ്റർ രാജസ്ഥാനില് അവർ രണ്ടുപേരും ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ മക്കൾ പൂഞ്ഞാർ അസംബ്ലിയിലുണ്ട്. അവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഓവർ ടു സിസ്റ്റർ ജിഷ രാജു. താങ്ക് യു ആന്റി. കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഈ സായാഹ്ന സമയത്ത് വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നമ്മൾ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്രകാരം ഈ ഒരു പാൻതർ ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ എനിക്കും പ്രിയപ്പെട്ട ആന്റിമാരോടും സഹോദരിമാരുടെയും മധ്യത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സാവകാശം കൂടെ നൽകി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല മുഖങ്ങളും എനിക്ക് ആദ്യമേ മീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇപ്രകാരം ഒരു സാവകാശം, കാരണം നമ്മള് ഒക്കെയും ദൈവത്തിന്റെ മക്കളാണല്ലോ. അവിടെ ഇവിടങ്ങളാണെങ്കിൽ ഇപ്രകാരം ഓരോ സാവകാശം ദൈവം നമുക്ക് നൽകി തന്നു. നമുക്ക് പരസ്പരം കാണുവാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനൊക്കെയും കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവം എനിക്കും ഇടയാക്കിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇപ്രകാരം ഈ ഒരു അവസരം നൽകി തന്ന പാൻതത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളോട്, സഹോദരിമാരോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ ഒട്ടും സമയം മുഖവുര കളഞ്ഞ് ഞാൻ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മളൊക്കെയും വളരെയധികം ബിസി ലൈഫിൽ കൂടെ കഴിഞ്ഞു പോകുന്നവരാണ് എല്ലാവരും തന്നെ. അത് ഒരാളുടേതായ ഒരു ലൈഫ് ഷെഡ്യൂൾ അല്ല വേറൊരാളുടെ. ഒരു വിധത്തിലല്ല വേറൊരു വിധത്തിൽ നമ്മളൊക്കെയും ബിസിയാണ്. അതുകൊണ്ട് ഞാൻ അധികം മുഖവര പറഞ്ഞ് എൻ്റെ സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിലേക്ക് തന്നെ നമുക്ക് പ്രവേശിക്കാം. പലപ്പോഴും ഇപ്പോൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിച്ചു കഴിഞ്ഞ 237 മീറ്റിംഗ്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല പ്രിയപ്പെട്ടവരിൽ കൂടെ കേട്ട വചനം, ആ വചനമാണ് വീണ്ടും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ദൈവം അതിൽ കൂടെ നമ്മളോട് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
അപ്രകാരം ആ ഒരു പ്രാർത്ഥനയോടുകൂടെ ഞാൻ പ്രിയപ്പെട്ട ആന്റിമാരോടും സഹോദരിമാരോടും ഒരുമിച്ച് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. എനിക്ക് വളരെ നല്ല ബോധ്യമുണ്ട്, എന്റെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ട ആന്റിമാരൊക്കെയും ദൈവവചനത്തിൽ വളരെയധികം പ്രാവീണ്യമുള്ള പ്രിയ സഹോദരിമാരും ആന്റിമാരുമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ദൈവം നൽകി തന്നതായ ചിന്തയ്ക്ക് ഒത്തവണ്ണം പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ദൈവവചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. ഞാനിങ്ങനെ ദൈവവചനത്തെ പറ്റി ഇങ്ങനെ എന്ത് പറയണം എന്നോർത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു. പല പല വിഷയങ്ങൾ എന്റെ മുമ്പിൽ ഇങ്ങനെ കടന്നു വന്നു. ആദ്യമേ ഈ ഒരു വാക്യത്തിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന് പറയാം. അത് കഴിഞ്ഞ് അടുത്ത വചനം വായിച്ചപ്പോൾ ഓരോന്നോരോ വചനം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന്റെ മടുത്തു പോകാതെ, ആദ്യത്തെ 1-ാം വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. അവിടെ നമുക്ക് ദൈവവചനത്തിൽ പല സ്ഥലങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവം ഉപമകളാൽ വ്യക്തി ജീവിതങ്ങളോട് വചനത്തിൽ കൂടെ സംസാരിച്ചതായിട്ട് നമുക്ക് പല ഭാഗങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതിന്റെ ആദ്യത്തെ വാക്യമാണ് പ്രാർത്ഥന. നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് 3 അധ്യായത്തിൽ നമുക്ക് പ്രാർത്ഥനയെ പറ്റി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിന്റെ 11-ാം അധ്യായം, 18-ാം അധ്യായം, 22-ാമത്തെ അധ്യായം. അപ്പോൾ ഇന്ന് അല്പസമയം നമുക്ക് ഈ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. മടുത്തു പോകാതെ. എന്താണ് മടുപ്പ്? നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് കടന്നു വരാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ജോലികൾ ചെയ്യുന്നവരാണ് നമ്മൾ. സഹോദരിമാരെ സംബന്ധിച്ച് വീട്ടിലെ നമ്മൾ ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അല്ലാതെ ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള ജോലി, പിന്നെ വീട്ടിലെ ജോലി, അങ്ങനെ പല ടെൻഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മടുപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പലപ്പോഴും ഓരോന്നിനെ പറ്റി നമ്മൾ ചിന്തിച്ച് അങ്ങനെ മടുപ്പ് കടന്നു വരാം. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മളിപ്പോ ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെങ്കിൽ വചനത്തിൽ ഇപ്രകാരം അതിന്റെ ഒരു അർത്ഥം നമുക്ക് കൊടുക്കാം. എപ്പോഴും നാം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ദൈവത്തെ മാറ്റി നിർത്താതെ വേണം നാം എവിടെയായിരിക്കുന്നു, ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നമ്മൾ നയിക്കുക. നമ്മൾ ജോലി കാര്യങ്ങളിലായിരിക്കാം, നമ്മൾ യാത്രയിലായിരിക്കാം, നമ്മൾ പല സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ. എന്നാൽ അവിടെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ബൈബിളിൽ പ്രാർത്ഥനയെ പറ്റി പല വാക്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ നാം എപ്പോഴും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ എന്ത് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരുന്നാലും ആ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് നാം ദൈവത്തോട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവരോടൊരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന 2 കഥാപാത്രങ്ങളെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഒരു വിധവയായ ഒരു സ്ത്രീ. 2, ഒരു ന്യായാധിപൻ. ന്യായാധിപൻ എന്ന് പറയുമ്പോൾ ജഡ്ജ്. അപ്പോൾ ആ പട്ടണത്തിൽ ഈ 2 വ്യക്തികൾ, ഒരു വിധവ എന്ന് പറയുമ്പോൾ ആരും തന്നെ ആശ്രയിപ്പാൻ അല്ലെങ്കിൽ സഹായിപ്പാൻ ആരും ഇല്ലാത്ത ആ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ അപ്പത്തിനു വേണ്ടി മുട്ടുന്നതായ ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവൾക്ക് കടപ്പാരമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ടല്ല അവള് ന്യായാധിപന്റെ അടുത്ത് ചെന്നത്. അവൾക്ക് ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പ്രതിയോഗിയോട്. അപ്പൊ അവൾക്ക് അവിടെ ഒരു പ്രതിയോഗിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവൾക്കെതിരായിട്ട് ഒരു പ്രതിയോഗിയുണ്ട്. അപ്പൊ ആ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്നാണ് അവൾ അവനോട് പറയാൻ തക്കണം ഇടയായത്. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അവന് ആ പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ അല്ലെങ്കിൽ മാനുഷിക നിലയിൽ അതിന് വേണ്ടവണ്ണം ചെയ്യുവാൻ തക്കവണ്ണം അവന് കുറെ നാളത്തേക്ക് അതിന് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല. അപ്പോൾ ആ വ്യക്തിയെ പറ്റിയുള്ളൊരു സാക്ഷ്യം ആ വ്യക്തി തന്നെ അവിടെ കാണിക്കുകയാണ്. എന്താണ്? എനിക്ക് മനുഷ്യനെ ശങ്കയില്ല, അപ്പോൾ തന്നെ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ നമുക്കറിയാം ആ വ്യക്തി ഏത് വിധത്തിൽപ്പെട്ട ഒരാളായിരിക്കാമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ കടന്നു ചെന്നു. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അപ്പോൾ അവൾക്ക് അവളുടെ മുമ്പിൽ വലിയൊരു ആവശ്യമാണ്. എന്റെ പ്രതിയോഗിയോട് എനിക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കണം.
എപ്പോഴും തന്നെ ശല്യപ്പെടുത്തി അല്ലെങ്കിൽ അസഹ്യമാക്കിക്കൊണ്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു, എങ്കിലും ആ വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ നാം എപ്രകാരം നമുക്ക് ലഭിക്കുവോളം നമുക്ക് നമ്മുടെ പല ആവശ്യങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ആവശ്യങ്ങള് നമുക്ക് ഉടനെ അതിന് മറുപടി കിട്ടിയില്ല എന്നിരിക്കാം. ചിലപ്പോൾ കാലതാമസങ്ങള്, അതെല്ലാം ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. അപ്പൊ ആ സമയം വരെയും നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് മുട്ടിപ്പായിട്ട് നമ്മളുടെ ആവശ്യങ്ങളെ നാം പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. അതിന്റെ മുമ്പോട്ട് നമുക്ക് വായിക്കുമ്പോൾ, ദൈവമോ, അതിന്റെ 7-ാമത്തെ വാക്യം, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് ഞാൻ സത്യമായി അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അപ്പോൾ അവിടെ നമുക്ക് 7-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് ദൈവമോ. അപ്പോൾ ഒരു അനീതിയുള്ള ന്യായാധിപൻ അസഹ്യമാക്കുന്നത് കൊണ്ട് ഇപ്പോൾ മനസ്സില്ല, എങ്കിലും ഞാൻ പിന്നീട് അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കും. അത് അനീതിയുള്ള ഒരു ന്യായാധിപനാണ് അത് പറയുന്നത്. എന്നാൽ നമുക്ക് അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമാണ്, നമ്മളുടെ ദൈവം നമ്മളോട് ഉള്ള ബന്ധത്തിൽ, തന്റെ മക്കളോടുള്ള ബന്ധത്തിൽ ഏത് നിലയിലാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിന്റെ 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നത്. അതെ, ദൈവമക്കളായ നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ രാപ്പകൽ, രാത്രിയിലും പകലും നമ്മളുടെ സമയങ്ങളിലൊക്കെയും നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, അതായത് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ, അപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന ദൈവമക്കളായ നമ്മളുടെ കാര്യങ്ങളിൽ ദൈവം ദീർഘക്ഷമയുള്ളവനായാലും, ദൈവം അതിനൊരു സമയം വെച്ചെങ്കിൽ പോലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസറും അതിന്റെ താഴെ തന്നെയുണ്ട്, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പറയുകയാണ്, അതെ, നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം അതിനൊരു സമയം വെച്ചെങ്കിൽ പോലും അതെ, തീർച്ചയായിട്ടും ദൈവം വേഗത്തിൽ തന്നെ നമ്മളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പല ഭാരങ്ങള്, വേദനകള്, ദുഃഖങ്ങള് ഒക്കെയും നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. അത് ദൈവത്തിന്റെ ഒരു സമയം, ആ സമയത്ത് ദൈവം നമുക്ക് മറുപടി തന്ന് മാനിക്കുന്ന ദൈവമാണെന്ന് നമുക്ക് ദൈവവചനത്തിൽ കൂടെ കാണാൻ സാധിച്ചു. അപ്പോൾ തന്നെ അടുത്തതായിട്ട് പ്രാർത്ഥനയുടെ ആവശ്യം, പല ദൈവവചനങ്ങളുണ്ട്, എങ്കിലും 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ അതിനുള്ള ബന്ധത്തിൽ വായിച്ച് ഇരിക്കാം. 22-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 22-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം നമുക്ക് അവിടെ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ എക്സാം എഴുതുന്നു, അതുപോലെയല്ല പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിലൊന്നും നാം അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നാം ഇവിടെയും ഉണർന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ ആവശ്യകതയെ പറ്റി ദൈവത്തിന്റെ വചനം നമ്മളെ കാണിക്കുന്നു. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും, അത് എന്തൊക്കെയാണോ സംഭവിപ്പാനുള്ളത് ആ എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും, ആ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകുവാനും. പിന്നെ അടുത്ത വാക്യമാണ് എന്നെ ഏറെ സന്തോഷിപ്പിച്ചത്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും. അപ്പോൾ മനുഷ്യപുത്രന്റെ മുമ്പിൽ നാം നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത്. നമ്മളെ പ്രാപ്തരാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മാനസിക നിലയിലുള്ള നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് കൊണ്ടോ ഒന്നും ഒരിക്കലും നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ അവിടെ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകണമെങ്കിൽ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ യിരെമ്യാവ് 29:17 നമുക്ക് യിരെമ്യാവ് 29:17 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. 7-ാം വാക്യം, 29:7
ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പി. അപ്പം ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതായ പട്ടണങ്ങളിൽ നാം ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പി. അപ്പോൾ നാം നമ്മുടെ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ അതിന്റെ അടുത്ത വാക്യം, അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ, അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാവും. അപ്പോൾ നാം എവിടെയായിരിക്കുന്നോ ആ സ്ഥലങ്ങളിൽ നാം പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ നാം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മളെ പല പ്രാർത്ഥന എപ്രകാരമായിരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെയും നമ്മൾ കേട്ടു. അപ്പോൾ ഈ സമയങ്ങളിൽ നാം ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ, വർഷത്തിന്റെ അവസാന സമയങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവം നമ്മളെ നടത്തിയതായ വിധങ്ങളെ ഓർത്തുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിൽ വളരെയധികം നന്ദിയുള്ളവരായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ നമ്മളെ എവിടെയാക്കി വെച്ചിരിക്കുന്നു ആ പട്ടണത്തിന് വേണ്ടി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. മനുഷ്യപുത്രന്റെ മുമ്പിൽ നാം നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കേണ്ടതിന് നാം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിനെന്ന് നമ്മളെ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നാം കേട്ടതുപോലെ ദൈവം ഒരാപ്പകൽ തന്നോട് നാം ദൈവസന്നിധിയിൽ രാത്രിയും പകലും ഇല്ലാതെ ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, അതെ, മടുക്കാതെ വണ്ണം മടുത്തു പോകാതെ നാം ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എവരെയും സഹായിക്കട്ടെ. ഇപ്രകാരം ഈ സാവകാശം അടിയിൽ നൽകി തന്നതിനാൽ വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചു. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് ഇടയാക്കി. ദൈവം പരിശുദ്ധാത്മാവിന്റെ നിറവോട് സംസാരിക്കുവാൻ ഇടയാക്കി. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തില് നാം കേൾക്കുകയും നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്നാലും പലപ്പോഴും മടുത്തു പോകുന്ന ഒരു അവസ്ഥ നമ്മിൽ ഉണ്ടാകാറുണ്ട്. ഓരോ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര നാളുകളായല്ലോ. എപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തുന്നത് 38 വർഷം രോഗിയായി കിടന്ന ആ മനുഷ്യൻ. അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, നീ എത്ര കാലമായി എന്നുള്ളത് ഞാൻ അറിയുന്നു. അപ്പൊ നമ്മൾ ഓരോ വിഷയത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവം അറിയുന്നുണ്ട്, ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് അത് നടത്തി തരും. നാം ഒന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ആവശ്യത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ സിസ്റ്റർ എടുത്തു പറഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മൾ ദിനംതോറും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് പരീക്ഷ. പിന്നെ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കേണ്ടതിന് വേണ്ടിയിട്ട്, നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് വേണ്ടിയിട്ട് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 3-മതായി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെയും പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരമരുളും. കേട്ട വചനങ്ങള് നമ്മുടെ ജീവിതത്തില് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇടയാകട്ടെ. സിസ്റ്റർ ജിഷ രാജുവേയും കുടുംബത്തെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ടെസ്റ്റിമണിയുടെ സമയമാണ്. ഓരോ സഹോദരിമാർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവം കൊടുത്ത ആത്മീയ വർധനവയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. സമയം കളയാതെ ഒരു 4 സഹോദരിമാര് ആദ്യം സാക്ഷ്യം പറയും. അതിനുശേഷം ശാന്തമ്മ ആൻറ്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിന്നീട് ബാക്കി സഹോദരിമാർക്ക് പറയുവാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് സമയം കളയാതെ വേഗം പറയാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് തുടങ്ങാം ഇന്നത്തെ മീറ്റിങ്ങില്. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്നു ചേർന്നു എന്ന് മാത്രമാണ്. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്നു ചേർന്നു. എൻ്റെ ദൃഷ്ടിയിൽ അതൊരു യാദൃച്ഛമായി എന്ന് തോന്നിയെങ്കിലും ദൈവത്തിന് അത് മുന്നമേ ഉള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് ധാരാളം കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഇതിൽ നിന്ന് ക്ലീൻ ചെയ്യുവാൻ, പെറുക്കിയെടുക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, ബോസിന്റെ പാദത്തെങ്കിലിരുന്ന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിപ്പാൻ
ഈ ഒരു മീഡിയയിൽ കൂടെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ പുണ്യനാമത്തിന് മുന്നമേയുള്ള കരുതലിനെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മളത് പെട്ടെന്ന് അറിഞ്ഞില്ലെങ്കിലും കാലക്രമേണ നമ്മളറിയാം അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികമായ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അത് രുചിച്ചറിഞ്ഞവരാണ്. എനിക്കും ഈ മീഡിയയിൽ കൂടെ ദൈവം അതിന് സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടാതെ പലരെയും ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത പലരും ഉണ്ട് ഈ സൂം മീറ്റിങ്ങിൽ കൂടുന്നുണ്ട്. അവരെയൊക്കെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും അവരുടെ സന്തോഷവും അനുഭവിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ദൈവം സഹായിച്ചു. ഞാൻ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും മനസ്സിൽ അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ദൈവകാര്യത്തിന് കൂടുതൽ പ്രയോജനപ്പെടണം. ഇത്രയും നാള് വീട്ടുകാര്യങ്ങളും ജോലിയും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അതുവരെയും ഞാൻ ഈ ലോകകാര്യങ്ങളും എൻ്റെ കുടുംബകാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലും ഒക്കെ വ്യാപൃതയായിരുന്നു. ദൈവകാര്യത്തിന് അധികം സമയം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടെ പറയാം, അത് റിവേഴ്സായി. എനിക്കിപ്പം ലോകകാര്യത്തിനും വീട്ടുകാര്യത്തിനും സമയം ഇല്ലാതായി. ദൈവീക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് കൂടുതൽ വചനധ്യാനത്തിനും അതിൽ എന്നെ തന്നെ പരിശോധിക്കുന്നതിനും എനിക്ക് കിട്ടുന്ന അനുഗ്രഹം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനും എൻ്റെ ഒരു ദിവസത്തിൻ്റെ 3/4 സമയവും ദൈവം എനിക്ക് അതിനാണ് സമയം തന്നിട്ടുള്ളത്. അങ്ങനെ ഉപയോഗിക്കാൻ ദൈവം എന്നെ ഇടയാക്കി. അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളവർക്കൊരു മനപ്രയാസമില്ല. അതെല്ലാം ചെയ്യാനുണ്ടല്ലോ, ഇതെല്ലാം കുഴഞ്ഞു കിടക്കുന്നല്ലോ. എന്നാൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെറിയ രീതിയിൽ കർത്താവിൻ്റെ കാര്യങ്ങൾക്കായിട്ട് വളർന്നു വരിക, അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുക, എന്നെ തന്നെ പരിശോധിക്കുക, കർത്താവിന് പ്രയോജനമുള്ള ആളായിട്ട് നമ്മൾ ഈ ഇന്നലെയും കേട്ടല്ലോ, വെറും കൈയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലാതെ കർത്താവിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ എന്നിൽ മറഞ്ഞിരുന്ന താലന്തുകൾ കണ്ടുപിടിക്കുവാനും അത് കർത്താവിൻ്റെ നാമത്തിനായിട്ട് ഉപയോഗിക്കാനും ഈ ഒരു മീഡിയ വളരെ അനുഗ്രഹിച്ചു. ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ വർഷങ്ങളിൽ കൂടെ മനസ്സിലായി കാണും, പലപ്പോഴും പെട്ടെന്നൊരു ലീഡർഷിപ്പിലോ അങ്ങനെ മുമ്പോട്ട് വരാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. എന്നാൽ ഇങ്ങനെയുള്ള ഒരു മീഡിയയിൽ കൂടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഉള്ളൊരു ആഗ്രഹവും ആവേശവും ദൈവം എനിക്ക് തന്നു. അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിൽ പ്രവർത്തിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ ടെസ്റ്റ് മണി മീറ്റിംഗ്, വളരെ അനുഗ്രഹമായ ടെസ്റ്റ് മണി മീറ്റിംഗ്. അനേകം കർത്തൃദാസന്മാരും ദാസിമാരും അവർ പോകുന്ന കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ കാണുമ്പോൾ ഞാൻ എന്ത് കർത്താവിന് വേണ്ടി അനുഭവിക്കുന്നു, ഒന്നുമില്ലല്ലോ എന്നുള്ള ആ ഒരു വേദന എൻ്റെ ഹൃദയത്തിൽ വന്നുകയും അവരെക്കുറിച്ച് പ്രാർത്ഥിക്കാനും അവരുടെ ആവശ്യങ്ങൾ അവരെ സഹായിക്കാനും അവരുടെ സാക്ഷ്യം കേട്ട് ധൈര്യമായിട്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഒക്കെ ഈ ടെസ്റ്റ് മണി വളരെ സഹായിച്ചത്. നമ്മൾ ടെസ്റ്റ് മണി നമ്മുടെ ജീവിതത്തിൽ അനേകം മെസ്സേജുകൾ കേൾക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ആ ടെസ്റ്റ് മണി കേൾക്കുന്നതാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ എന്നെ തന്നെ പരിശോധിക്കാൻ ഇടയായി തീർന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ നമ്മുടെ മലയാളം ഇംഗ്ലീഷ് സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അതിൽ കൂടെ ഓരോരുത്തരുടെയും കർത്താവ് കൊടുത്തിട്ടുള്ള അവരുടെ കൃപാവരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ദൈവമേ എനിക്കും അങ്ങനൊന്ന് ചെയ്യണമല്ലോ എന്നുള്ള ആഗ്രഹം ദൈവം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ ഇവിടെ മീറ്റിങ്ങിൽ കേട്ടതാണ്, ആഗ്രഹവും ആവേശവും ഒക്കെ നല്ലതാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കുറവുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് കർത്താവിനെ അത് വിജയകരമായിട്ട് സേവിക്കാനും പറ്റുന്നത്? അപ്പോൾ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതിനും കർത്താവിൻ്റെ സന്നിധിയിൽ ക്രമപ്പെടുത്തുന്നതിനും അതിനുശേഷം കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കർത്താവിന് വേണ്ടി വേല ചെയ്താൽ അതിന് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതും കൂടെ ഈ മീറ്റിങ്ങിൽ കൂടി എനിക്ക് കൂടുതൽ പഠിക്കുന്നതിനിടയായി. നമുക്ക് എന്നെ തന്നെ ശോധന ചെയ്തപ്പോൾ വചനം പഠിക്കുക മാത്രമല്ല, അതെൻ്റെ ബ്രെയിനിൽ കേട്ടുക മാത്രമല്ല, എൻ്റെ തന്നെ ഒന്ന് പരിശോധിക്കുക, എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഈ മീഡിയ മൂലം എന്നെ വളരെ ഇടയാക്കി. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ആത്മീയമായ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ പ്രവർത്തനങ്ങളോ അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ കഴിയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു മീഡിയയിൽ ഇത് കർത്താവ് തുറന്നു വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭാഗ്യവശാൽ ഞാൻ ബോവസിൻ്റെ വയലിലായിരുന്നു. ദൈവം അത് മുന്നമേ പ്ലാൻ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രെയർ മീറ്റിംഗ്
നടക്കുന്ന എല്ലാ ഫ്രൈഡേയും നടക്കുന്ന പ്രെയർ മീറ്റിംഗ് ഒരിക്കലും കാണാത്ത കേൾക്കാത്ത കർത്താവിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ, അവരുടെ വേദനയിൽ പങ്കുചേരാൻ, അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരാനൊക്കെ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ, ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ഈ സാവകാശം തന്നു. കിട്ടിയ സമയങ്ങൾ കർത്താവ് എത്ര ദിവസം നമുക്ക് തരുന്ന നടത്തില്ല, കിട്ടിയ സമയങ്ങൾ സന്ദർഭങ്ങൾ അത് പാഴാക്കാതെ കർത്താവിൻ്റെ നാമത്തിനായിട്ട് കൂടുതൽ പ്രയോഗിക്കുവാൻ ഇനിയും ഞാൻ ആഗ്രഹിക്കും. ദൈവം എന്നെ സഹായിക്കട്ടെ. അവസാനമായിട്ടല്ല അവരെ നേരത്തെ പറയേണ്ടിയിരുന്നു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെ ഓർത്ത് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവർക്ക് കൂടുതൽ കുറവുകളും പരിജ്ഞാനവും കൊടുക്കട്ടെ. ശത്രുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ വിടുവിക്കട്ടെ. ഈ മീഡിയ വളരെ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നാട്ടിലായിരുന്നുകൊണ്ടാണ് പറയാഞ്ഞത്, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചു. ഈ മീറ്റിംഗ് ദൈവഹിതപ്രകാരമാണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇന്ന് എത്രാമത്തെ മീറ്റിംഗ് ആണെന്ന് കേൾക്കുവാനിടയായത്. അങ്ങനെ ഓരോ മീറ്റിംഗും അനുഗ്രഹത്തോടെ നടന്നത് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ആ കരുതലും ദൈവത്തിന്റെ പരിപാലനവും നമുക്ക് ഓരോ മീറ്റിങ്ങിലും അനുഭവിച്ചറിയുവാൻ ഇടയാവുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാണ്ഡത്തിനെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനും പലപ്പോഴും പുറകിൽ മാത്രം നിൽക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് ഇത്രയും പറയുവാനുള്ള എന്തെങ്കിലും ഒരു കൃപ ലഭിച്ചത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. കൂട്ടു സഹോദരിമാരുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഇന്നലെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അതോർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ, വചനധ്യാനം, വചന ശുശ്രൂഷ കേൾക്കുമ്പോഴൊക്കെയും എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ കളിയാക്കാറുണ്ട്, ഇനി മമ്മിയെ ഞങ്ങളെയൊക്കെ അറിയുന്ന മമ്മിയുടെ പേരിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. ആ നിലയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും പല യാത്രകളൊക്കെ ചെയ്യുമ്പോഴും അവിടെയൊക്കെ ചെല്ലുമ്പോഴും നമ്മുടെ ഈ മീറ്റിങ്ങുകളെ പറ്റി, ശുശ്രൂഷകളെ പറ്റിയൊക്കെ അനേകർ പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനിടയായിട്ടുണ്ട്. ശത്രു പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇതിന്റെ മധ്യത്തിലൊക്കെ കൊണ്ടുവന്നപ്പോഴും ധൈര്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ പ്രിയ സഹോദരിമാരെ ദൈവം ബലപ്പെടുത്തുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഇത് അനുഗ്രഹത്തോടെ മുന്നേറിയത് ദൈവത്തിന്റെ ആ ഒരു കരുതൽ മാത്രമാണ്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലും എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അനേക അനുഗ്രഹങ്ങളും നന്മകളും ഈ മീറ്റിങ്ങിൽ കൂടി ലഭിക്കുവാനിടയായിത്തീർന്നു. ഇതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഷീബേന്റെ ഓർത്ത് പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റും, അത് ചെയ്യാൻ ആന്റിയെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അങ്ങനെ ഓരോ സഹോദരിമാരും ആ നിലയിൽ പ്രോത്സാഹനവും പ്രാർത്ഥന, ഏത് വിഷയം പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പ്രിയ സഹോദരിമാരെ ദൈവം ഇടയാക്കുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്നും നമുക്ക് ഒത്തൊരുമയോടെ കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ നമ്മുടെ ഈ ശുശ്രൂഷ ഇടയാക്കി തീർക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്, എങ്കിലും അനേകർക്ക് ഇനി സാക്ഷ്യം പറയുവാനുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിരമിക്കുകയാണ്. തുടർന്നും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ 106 സങ്കീർത്തനത്തിന്റെ 4 വാക്യമാണ്. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണം. അനേകരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ, അവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ ഇടയാക്കി. ഈ ശുശ്രൂഷ അതിനൊക്കെ നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും മറ്റുള്ളവരോടൊപ്പം സന്തോഷിപ്പാൻ, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ ഒക്കെയും നമ്മുടെ ഈ ശുശ്രൂഷകൾ മുഖാന്തരമായി തീരട്ടെ. വരും ദിവസങ്ങളിൽ ഒത്തൊരുമയോടെ കൈയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ വേലയിൽ മുന്നേറാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ ആഴ്ച എൽസി ആന്റി തിങ്കളാഴ്ച മെസ്സേജിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ നാം പ്രാപ്തരാകണം, അതിനുവേണ്ടി നാം എപ്പോഴും ഒരുക്കത്തോടെ, ഇന്ന് കേട്ട വചനത്തിലും അത് തന്നെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു.
വരും ദിവസങ്ങളിൽ അതിനുവേണ്ടി കൂടുതൽ ഒരുക്കത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു സ്വല്പ സമയം എടുത്തുകൊള്ളട്ടെ. ഈ പാന്തത്ത് ഫോർ ദ ലിവിങ് വേർഡിൻ്റെ ഒരു ഭാഗമായിരിക്കുവാൻ എനിക്കും ലഭിച്ച ഈ ഭാഗ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സായിട്ട് ഞാനിവിടെ ഇതിൽ ജോയിൻ ചെയ്യുവാനും ഇതിലെ മിനിസ്ട്രികളെല്ലാം എൻജോയ് ചെയ്യുവാനും വളരെ സന്തോഷമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല സഹോദരിമാരെ കാണുവാനും ചിലരെയൊക്കെ സൂമിൽ കൂടെയെങ്കിലും പലരെയും നേരിൽ കാണുവാനൊക്കെയും ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവനാമം മാത്രം ഇതിൽ കൂടി മഹത്വപ്പെടട്ടെ. ഇപ്പോൾ ഷേർലി സിസ്റ്റർ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ഓരോരുത്തർ കാണുമ്പോൾ അയ്യോ ഈ സിസ്റ്ററിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പാന്തത്ത് യൂട്യൂബിലാണ് അങ്ങനെ. കാരണം ഈ മിനിസ്ട്രി അപ്പോൾ പലർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പലർക്കും അനുഗ്രഹ കാരണം തന്നെയാണെന്നുള്ളതാണ്. അത് ദൈവത്താൽ നടത്തപ്പെട്ടത്, ദൈവം അനുഗ്രഹിച്ച് നമ്മളെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. പൈശാചികൻ്റെ പല തന്ത്രങ്ങളും ഉണ്ട്. എന്നാൽ അതിനെയൊക്കെ മുന്നേറുവാൻ തക്കവണ്ണം സർവായുധവർഗം ധരിച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യാം. ഇതിൽ ഈ മിനിസ്ട്രിയിൽ കൂടെ പല പ്രോഗ്രാം, അതായത് സ്പെഷ്യൽ ഇൻ്റർവ്യൂ, മെസ്സേജസ്, ടെസ്റ്റിമോണി, ഇതൊക്കെ കേൾക്കുന്ന, ഇതൊക്കെ വളരെ ആത്മീക വർധനയ്ക്ക് ഉതകുന്ന ഒന്ന് തന്നെയാണ്. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇതിൽ എൽസി ആൻറ്റി മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ രാവിലെ 6:30 ആയതേ ഉള്ളൂ. എനിക്ക് ഉറക്കം വളരെ കുറവുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. എന്നാലും 3 മണിയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ ഉറക്കം വരുന്നത്. എത്ര ലേറ്റായിട്ടായാലും മിനിസ്ട്രി ഇതിൽ ജോയിൻ ചെയ്യുവാനും എല്ലാവരുടെയും സന്തോഷമുള്ള മുഖം കാണുവാനും ഈ മിനിസ്ട്രി ഉതകുന്നു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ എനിക്ക് എൻ്റേതായ യാതൊരു കഴിവുമില്ല. പക്ഷേ പല ശുശ്രൂഷകൾ ഷീബ സിസ്റ്റർ എന്നെ ഏൽപ്പിക്കാറുണ്ട്. ഞാൻ ഒരു ശുശ്രൂഷ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അതൊരിക്കലും റെഫ്യൂസ് ചെയ്യരുത് എന്നൊരു മെസ്സേജ് അമ്മ ചെറുപ്രായത്തിൽ മുതലേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ്, വിവാഹശേഷം എൻ്റെ ഹസ്ബൻഡും അത് തന്നെ പറയും. അച്ഛൻ പറയുന്നത്, നമ്മളോട് ആരെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞാൽ ദേ സോ സംതിങ് ഇൻ യു, പരിശുദ്ധാത്മാവാണ് അത് ലീഡ് ചെയ്ത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് മാറരുത്. ദൈവമേ അതിന് കൃപ തരണമേ എന്ന് പറഞ്ഞ് അത് ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്ര ലേറ്റായിട്ടായാലും ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അത് ഞാൻ ചെയ്യാറുണ്ട്. വളരെ കുറവോടുകൂടിയാണ്, വളരെ ഭയത്തോടുകൂടിയാണ് ഞാനത് ചെയ്യുന്നത്. നമ്മൾ എസെക്കിയേൽ പ്രവചനത്തിലെ വാക്യത്തെക്കുറിച്ച് നമ്മൾ റിപ്പീറ്റഡായിട്ട് കേൾക്കാറുള്ളതാണ്, യഹോവ നമ്മളോട് കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്, അന്ന് ധൈര്യത്തോടെ നിൽക്കണം, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം, അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രവൃത്തികൾ തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ അത് വെന്തു പോകുമോ, അതോ അത് പുറത്തു വരുമോ? എങ്ങനെയാണ് നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ശുശ്രൂഷ തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിലും വളരെയേറെ ജോലി ഇതിൻ്റെ പിന്നിലുണ്ട്. ഓരോ ശുശ്രൂഷയും ഓരോരുത്തരെ ഏൽപ്പിക്കണം. അപ്പോൾ ആദ്യം ചോദിക്കുന്ന ആൾ ചിലപ്പോൾ ചെയ്യാൻ സൗകര്യമില്ലാത്തവരായിരിക്കും, അപ്പോൾ വേറൊരാളെ വിളിക്കണം. ഇതിൻ്റെ പിന്നിൽ വളരെ കഠിന അധ്വാനമുണ്ട്. അത് ദൈവം കാണുന്നുണ്ട്. ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരെ മാനിക്കും. ആ ദിവസം അവർക്ക് കിരീടം ലഭിക്കും. നമുക്കും അത് കണ്ട് സന്തോഷിക്കാം. ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ ഞാനൊന്ന് ഓർത്തിട്ട്. അങ്ങനെ ഈ ശുശ്രൂഷ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുന്ന കോർഡിനേറ്റേഴ്സിനോടുള്ള നന്ദി ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത്. 34 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എൻകാമ്പത്ത് അറൗണ്ട് ദം ദാറ്റ് ഫിയർ ഹിം ആൻഡ് ഡെലിവേഴ്സ് ദം. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. Blessed is the man, taste and see that the Lord, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെയും പലവിധമായ ആവശ്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ സിസ്റ്റേഴ്സ് അതോർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എത്ര സമയമില്ലെങ്കിലും പേഴ്സണലി വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്.
എനിക്ക് വളരെ എൻകറേജ്മെൻ്റ് ആണ് എൽസി ആൻറ്റി ഒന്ന് കാണുന്നത്. അത് എൽസി ആൻറ്റിയുടെ മുഖം കാണുന്നത് ഒരു വളരെ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്താൽ അത് കറക്റ്റ് ശരിയല്ലെങ്കിൽ പറഞ്ഞു തരും. അതൊക്കെ ഞാൻ ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് ഹർ. ദൈവം ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വളരെ നാളുകൾ കൂടെ ഞാനങ്ങ് പോകുവാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞു. പക്ഷെങ്കിൽ പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇനി ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവം ആരോഗ്യത്തോടുകൂടെ ദൈവം കാത്തുകൊള്ളട്ടെ. മക്കളോടുകൂടെ സന്തോഷത്തോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. ഈ തണുപ്പ് സീസണിലാണെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതിൽ ജോയിൻ ചെയ്യാറുണ്ട്. എത്ര സമയമില്ലെങ്കിലും ജോയിൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിവേ, ഇങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനും ദൈവനാമത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. എനിക്കും തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. അല്പസമയം എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഇതിലുള്ള പ്രിയ എൽസി ബേബി ആന്റിക്ക് ഞങ്ങൾക്ക് വേറൊരു സൂം മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആന്റി എന്നെ അതിൽ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആന്റിയെ ഈ മീറ്റിംഗിൽ ഇതുപോലെയുള്ള സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ ആന്റിയെയും കണ്ടിട്ടുണ്ട്. അല്ലാതുള്ള പല പ്രിയപ്പെട്ടവരും നേരിട്ട് മീൻസ് ഇതിൽ കൂടെ വീഡിയോ ഓൺ ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു കാണുന്നത്. ഓക്കെ, എനിവേ, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ കുടുംബമായിട്ട് രാജസ്ഥാന്റെ പ്രദേശത്ത് സിക്കർ എന്ന ജില്ലയിൽ ഒരു കത്തോലിക്ക സ്കൂളിൽ ഞങ്ങൾ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഏകദേശം 18 വർഷമായിട്ട് ആ സ്കൂളിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് 23 years ആയിട്ട് ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. വിശ്വാസികളായിട്ട് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ കത്തോലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും പിന്നെ ബാക്കി ഇവിടുത്തെ ലോക്കൽ ആയ ടീച്ചേഴ്സുമാണ്. ഇന്ന് വരെയും സ്വർഗത്തിലെ ദൈവം അവരുടെ മധ്യത്തില് ഒരു മാതൃകാപരമായിട്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് സഹായിച്ചു എന്ന് പറയുന്നതിൽ അത് ഞങ്ങളുടെ മിടുക്കല്ല, ഒരിക്കലുമല്ല. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഭക്തന്മാരെ എവിടെയാക്കി ഞങ്ങളുടെ എപ്പോഴും തന്നെ പ്രാർത്ഥനയിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കർത്താവെ, ഞങ്ങൾ ഇവരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവമേ മാതൃകാ പ്രകാരമുള്ള ഒരു ജീവിതം നയിപ്പാൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തത നമ്മളിൽ അവർ കാണും. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെയും ദൈവം ഞങ്ങളെയും ഈ ദേശത്ത് ഈ പ്രസ്ഥാനത്ത് ദൈവം ഞങ്ങളെയും നിലനിർത്തി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പല സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലും തോന്നുമായിരുന്നു. പല ആന്റിമാര് പറഞ്ഞു ചില വർഷങ്ങളായിട്ട്, ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ഉള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം മുതലുള്ളതാണ്. അല്ലാതെ എനിക്ക് സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്, പല പ്രോഗ്രാമുകളിൽ ഏർപ്പെടാറുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെങ്കിൽ പാന്തർ ഫോർ ദ ലിവിങ് വേർഡിൽ ഞാൻ ഓഗസ്റ്റിന് ശേഷമുള്ള ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങൾക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് നൽകി തന്നു. മൂത്തത് മകനാണ് അൽവിൻ രാജു, ഇളയത് മകൾ ജോന രാജു. അപ്പോൾ മകന് 12th ക്ലാസ് വരെ ഇവിടെയായിരുന്നു സ്റ്റഡി ചെയ്തത്. അതിനുശേഷം വീണ്ടും അവന് കേരളത്തിലേക്ക് പോയി. അവിടെ കീമിന്റെ എക്സാം എഴുതി. അങ്ങനെ പൂഞ്ഞാറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവന് ദൈവം ഒരു അഡ്മിഷന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ മോനും പപ്പയും ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നുപോയി. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ ഹൃദയത്തിൽ വളരെയധികം ഭാരപ്പെട്ടു. ദൈവമേ, ആരാധനയ്ക്ക് എടുക്കും. പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ ഒരു കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു സാറിന്റെ ദേശമാണെന്നുള്ള ഒരു അറിവ് മാത്രമേ പൂഞ്ഞാറിനെ പറ്റി ഞങ്ങൾക്ക് അറിയുകയുള്ളൂ. കോട്ടയം, തിരുവല്ല ഒക്കെ എൻ്റെ വീട് റാന്നിയിലാണ്, ഹസ്ബൻഡ് കോഴിക്കോട്. അപ്പം കാഞ്ഞിരപ്പള്ളിയാണ് അവര് അവിടെ താമസിക്കുന്നത്, കോഴിക്കോട്. അവിടെ കൂമ്പാറ ബ്രദറൻ അസംബ്ലിയിലാണ് ഞങ്ങള് മെമ്പേഴ്സ് ആണ് അവിടുത്തെ. ഇവിടെ ഞങ്ങള് സിക്കറില് ഇവിടെ ചർച്ചിൽ ഞങ്ങൾ കൊടുന്നു. അപ്പോൾ മകൻ അവിടെ അഡ്മിഷൻ ആയി. അപ്പൊ അവന് ആരാധനയ്ക്ക് എങ്ങനെ പോകും എന്നുള്ള ഹൃദയഭാരം വളരെയധികം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആരുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സിസ്റ്റർ മിനി സാബു മറ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആന്റി ഒരു മെസ്സേജ് വിട്ടു, കൂപ്പള്ളിയില് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരെങ്കിലും കുഞ്ഞുങ്ങൾ നമ്മളുടെ വരുന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഇട്ടിട്ട് പറഞ്ഞ് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ വൈകുന്നേരം എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരം ഇങ്ങനെ കടന്നു വന്നു. അപ്പൊ ഞാൻ എന്താണേലും വൈകുന്നേരം വിളിച്ചു ചോദിച്ചിട്ടു, സിസ്റ്റർ, നമുക്ക് പൂഞ്ഞാറില് എന്തെങ്കിലും നമ്മുടെ ആരാധനയുണ്ടോ? നമ്മുടെ മോന് വേണ്ടിയിട്ടാണ്, അവര് നാളെ രാവിലെ അവര് നാട്ടിലെത്തും എന്ന് പറഞ്ഞു. അയ്യോ, നമ്മുടെ ആന്റി അങ്കിളും ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് നമ്പർ തരാം. അങ്ങനെ നമ്പർ തന്നു, വിളിച്ചു.
അങ്ങനെ വളരെയധികം സന്തോഷം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും അതിന്റെ ദൈവമാണെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാൻ കാണാൻ സാധിച്ചു. കാരണം ഞാൻ എന്റെ പലപ്പോഴുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ കേരളത്തിൽ ജീവിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ ജീവിച്ചത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ തന്നെ കേരളവുമായിട്ടുള്ള ബന്ധം നമ്മൾ അവധിക്കൊന്ന് പോകുന്നു വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. വളരെയധികം. പിന്നെ അങ്ങനെ അങ്കിളിനെ വിളിക്കാൻ തക്കൊണ്ട് ഇടയായി. പിന്നെ ആന്റിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അവിടെ അഡ്മിഷൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നപ്പോൾ പ്രിയ ഷീബ ആന്റി കൊടുത്തി പോവുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വന്നില്ല. എല്ലാ കാര്യങ്ങളുടെയും വളരെ ഒരു പിന്തുണ തന്നു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു പൂഞ്ഞാർ അസംബ്ലിയിലെ ആണ് മകൻ. അത് തന്നെയല്ല, ഞാൻ ഇപ്രകാരം തന്നെ പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ല. ആന്റിയുടെ വീട്ടിലെ ഒരു മെമ്പറാണ്. ആന്റിക്ക് 4 മക്കളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയുന്നു. അവിടുത്തെ ആ ഫാമിലി ഒരു മെമ്പറും കൂടെയാണ് എന്റെ പ്രിയ പൈതല്. അവന് അവിടെ ആന്റിയുടെ കൂട്ടത്തിലാണ് ആയിരിക്കുന്നത്. അവിടെ നിന്ന് അവൻ പോയി വരികയാണ്. അതുപോലെ ചർച്ചിലെ ആക്ടിവിറ്റീസിലും വളരെ ആത്മീകമായിട്ട് ജീവിതത്തിൽ ഭൗമികമായ നിലയിൽ നമുക്ക് ഒന്നും നേടാൻ സാധിച്ചെങ്കിലും നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിൽ വലുതായിട്ട് ഒരു സന്തോഷവും ജീവിതത്തിൽ ഇന്ന് വരെയും അവിടെ പല സഹോദരിമാർക്ക് ഒരു പക്ഷെങ്കിൽ അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എനിവേ, എങ്കിലും ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രിയ പൈതൽ അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ അവിടെയുള്ള പ്രിയപ്പെട്ടവരോട് ആത്മീയ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം അവൻ ആത്മീയമായിട്ട് മുന്നേറണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം അനുവദിച്ചാൽ പ്രിയ പെൺപൈതല് 3ാം ക്ലാസ്സിലാണ്. നല്ല പ്രായ വ്യത്യാസമുണ്ട്. ഇടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി, അത് മരിച്ചുപോയി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് ഒരു മകളെ ദൈവം നൽകി തന്നു. അവള് 3ാം ക്ലാസ്സിലാണ്. ദൈവം അനുവദിച്ചാൽ ഞങ്ങള് ഈ 23-ാം തീയതി നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങള് ഇങ്ങനെയുള്ള ഒരു കാഴ്ച മാത്രമേ പ്രിയ ശിവയാന്റിയെ കണ്ടിട്ടുള്ളൂ. ദൈവം അനുവദിച്ചാൽ ലാസ്റ്റ് സൺഡേ അവിടെ ആരാധനയ്ക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം. ദൈവം അപ്രകാരം സാധിക്കട്ടെ. മുഖാമുഖം കണ്ട് സന്തോഷം പങ്കിടുവാൻ തക്കവണ്ണം വരും ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ. എന്റെ പ്രിയ എല്ലാ ആന്റിമാരും സഹോദരിമാരും ഞങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തീർച്ചയായും സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട 4 സഹോദരിമാരുടെ സാക്ഷ്യം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു. ഗ്രേസി മാത്യു സിസ്റ്റർ, ഷേർലി സിസ്റ്റർ, സാറ മാത്യു സിസ്റ്റർ ആൻഡ് ജിഷ രാജു. ഇവരുടെ കേട്ട സാക്ഷ്യത്തോടുള്ള ബന്ധത്തില് ഇപ്പോൾ ശാന്തമാൻറ്റി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം ആന്റി, കേൾക്കാം. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഈ സമയം അവിടുത്തെ ശല്യക്ക് അടുത്ത് വരുന്ന കർത്താവെ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ദൈവസന്നിധിയിൽ വരികയാണ്. കർത്താവെ, കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകാൻ തക്കോണം അനേകർക്ക് അത് പ്രയോജനമായി തീരുവാൻ തക്കോണം ഇടയാകുന്നുണ്ട് എന്നറിയുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു. കർത്താവെ, എന്നെ ആരാധിക്കുന്നു, അവിടുന്ന് ആരാധിക്കുക യോഗ്യനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇതിനൊന്ന് യോഗ്യതയുള്ളവരല്ലായിരുന്നു കർത്താവെ, അന്യരായിരുന്നു, പരദേശിലായിരുന്നു, വെളുപ്പിൽ അറിയപ്പെട്ടവരായിരുന്നു. എന്നാൽ അവിടെ ഞങ്ങളെ കാലാകാലങ്ങൾ വിളിച്ചു ബോധിച്ച് മക്കളും അവകാശങ്ങളുമാക്കി തീർത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. അന്ധകാലത്ത് ഞങ്ങളെ അല്പപ്രകാശത്തെ വഴി നടത്തി വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നാളുകൾ ദൈവനാമോത്സവത്തിനായിട്ട് ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ ആദ്യമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എത്ര അനുഗ്രഹമാണ് എന്ന് ഒരിക്കൽ കൂടെ പല സഹോദരിമാർ കൂടെ കേൾക്കുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. സഹോദരി ഗ്രേസ് മാത്യുവിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അമേരിക്കയില് മിൻസോട്ടയിലായിരിക്കുന്നല്ലോ, അവിടുത്തെ കൃപ പിന്നെ മക്കളോടുകൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരുടെ സന്തോഷത്തിൽ കർത്താവെ ഞങ്ങളും പങ്കുചേരുന്നു. അത് ഭാഗ്യവശാൽ ബോബസിന്റെ വയലിലായി എന്ന് പറയുവാൻ തക്കൊണ്ട് മകളെ ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക കാര്യങ്ങളിലെ കർത്താവെ ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അനേകർക്ക് പ്രയോജനമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തക്കൊണ്ട് മക്കളെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇതുവരെ ലഭിക്കാത്തൊരു ഭാഗ്യപദവി ഈ മീഡിയയിൽ കൂടെ തന്നെ മകൾക്ക് ലഭിച്ചിരിക്കുക. സ്തോത്രം. കർത്താവെ, മെസ്സേജസ് അയക്കുവാനും പാട്ടുകൾ പാടുവാനും ഒക്കെ ഇതിന്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വാർദ്ധക്യകാലത്തും ബലം കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് തന്ന ഒരു മീഡിയയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ സമയം അതുകൊണ്ട് തക്കത്തിൽ ഉപയോഗിക്കാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ശുശ്രൂഷ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് വളരെ ബന്ധപ്പാടുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കർത്താവെ, ഈ വേദിയിൽ
ഭാഗഭാക്കാകുവാനും തക്കവണ്ണം അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരുടെ കൃപയാൽ നിറച്ചോണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എത്രത്തോളം സഹായിച്ച ദൈവത്തിന് സ്തോത്രം. അവർ ചെയ്യുന്ന എല്ലാ വേലയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഹായിക്കുമാറാണമേ. കർത്താവിന്റെ സന്തോഷം ഞങ്ങൾ അന്യോന്യം പങ്കിടുമ്പോൾ അത് ഇരട്ടിയാവുമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, ഒരു സമയം തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവെ. അതുപോലെ സാരസൗകര്യക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സൗകര്യയുടെ സാക്ഷി ഞങ്ങൾ കേൾക്കുവാനിടയായി അനേകർക്ക് ആത്മീയ വർധന വരുത്തുവാൻ തക്കോണം നിന്റെ മകളെ എവിടെ നിർത്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. കർത്താവെ, പ്രിയ മകൾക്ക് അതുപോലെ ഈ ഒരു മീഡിയ മുഖാന്തരം ധാരാളം അനുഗ്രഹം ലഭിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. അതെ, ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസം ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരാമെന്നുള്ള ഭാരത്തോടും ഭയത്തോടും കൂടി ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങൾ അതെന്നും കാര്യം തീർക്കുന്ന നാളിൽ ഞങ്ങളുടെ കൈ ബലപ്പെട്ടിരിക്കുമോ എന്നുള്ള ഭയത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കർത്താവെ, രാജസൗകര്യക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല വചനം കൽപ്പിച്ചു തന്നെ സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, ഞങ്ങളെ മട്ടുപോകാതെ പ്രാർത്ഥിക്കേണ്ട ആവശ്യവും കർത്താവെ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യവും കർത്താവെ, മനുഷ്യന് മുമ്പാകെ നിൽക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെ കുറിച്ച് വ്യക്തമായിട്ടും ശക്തമായിട്ടും ഞങ്ങളോട് സംസാരിക്കുന്ന സ്തോത്രം എന്ന് കർത്താവെ. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. എല്ലാവർക്കും മേലായിട്ട് മകന് അവിടെ പൂഞ്ഞാറിൽ തന്നെ കർത്താവെ ആയിരിക്കാൻ തക്കോണം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ലഭിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ മക്കൾ അവിടുത്തെ വഴി നടക്കുന്നെന്ന് അറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് കർത്താവെ എത്രത്തോളം സഹായിക്കാൻ വലിയ കൃപയ്ക്കായി സ്തോത്രം. സാക്ഷി പറഞ്ഞ 4 പേരെയും മട്ടക്കരങ്ങളിൽ സന്മേൽപ്പിക്കുന്നവരുടെ ആവശ്യങ്ങളെല്ലാം വഴിയാനായിരുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി ഒന്ന് കേൾപ്പിക്കുക സ്തോത്രം. സർവ്വ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാം തന്നെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. താങ്ക് യു ആന്റി. ഇനി സാക്ഷി പറയാനുള്ളവർക്ക് പറയാം. ഓക്കെ ആന്റി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഷേർലിയാണേ. ദൈവം എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വളരെയധികം പ്രയോജനപ്പെടുവാനായിട്ട് കഴിഞ്ഞു. ഒന്നാമത് കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുവാനുള്ള ഒരു പ്രചോദനം ലഭിച്ചത് ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ്. ഞാൻ ഭൗതികമായ ഒരുക്കത്തെ കുറിച്ചല്ല പറയുന്നത്, ആത്മീയമായിട്ടുള്ള ഒരുക്കം ഏത് സമയത്തും നടക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ആത്മീയ പ്രചോദനം എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ലഭിക്കുവാനായിട്ടിടയായി. അത് മാത്രമല്ല, അനേകരെ എന്നെ അറിയാത്ത അനേകരുമായിട്ട് ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനും അവരെ ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ലഭിച്ചു. ഇത്രമാത്രം ഒന്നും യോഗ്യത എനിക്കില്ലായിരുന്നു. ഇത്രയും വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയത് ഈ പ്ലാറ്റ്ഫോമാണ്. അതിന് ദൈവം എന്നെ യോഗ്യതയുള്ളവളാക്കി തീർത്തു എന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെയധികം ശ്രേഷ്ഠ പദവിയിലുള്ള ദൈവദാസിമാരോട് ഒരുമിച്ച് ആത്മീയ സന്തോഷം അനുഭവിക്കുവാനും അവരുമായിട്ട് സ്നേഹക്കൂട്ടായ്മ, ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയുള്ള സ്നേഹക്കൂട്ടായ്മയിൽ സംബന്ധിക്കുവാനും അവരിൽ നിന്ന് അനേക ശുശ്രൂഷകൾ കൂടി എനിക്ക് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാനും ഒക്കെയും കഴിഞ്ഞു. ഞാൻ ഓർക്കും, എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നുന്നു 3ലും 4ലും ഒക്കെ പഠിക്കുമ്പോഴത്തെ എൻ്റെ ഓർമ്മ, എൻ്റെ വീട്ടിലൊരു മാസിക വരുത്തും, സുവിശേഷകൻ എന്ന മാസിക. അതിനകത്ത് എൽസിമാമ്മയുടെ പേര് ഞാൻ കണ്ട് അങ്ങനെ അനേക വർഷങ്ങൾ ഈ മാസിക ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പേര് എനിക്ക് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എത്രയോ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് എൽസിമാമ്മയെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല, അനേക പാട്ടുകൾ എഴുതുന്ന ദൈവദാസിമാര്, അനേക ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസിമാര്, ഇവരുടെ മുൻപിലൊക്കെ നിൽക്കുവാനോ ഒന്ന് പ്രാർത്ഥിക്കുവാനോ ഒന്നും ഒരു യോഗ്യതയും ഇല്ലാത്തവളായിരുന്ന എന്നെ ഇത്ര സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഈ പ്രിയപ്പെട്ടവരുടെ കൂടെയൊക്കെ കർത്താവെ എന്നെ ആക്കി വെച്ചല്ലോ. ഒരു വാക്ക് എനിക്ക് ഉച്ചരിക്കണമെങ്കിൽ
ദൈവം അനുവദിക്കാതല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിക്കുകയും ആ രീതിയിൽ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചുള്ള സ്നേഹത്തിൽ, അതെ, ഈ പറയുന്ന പോലെ അബ്രഹാമിന്റെ വിശ്വാസവും, അതെ, ഇയ്യോബിന്റെ പ്രത്യാശയും ദാവീദിന്റെ സ്നേഹവും എല്ലാം കൂടെ ഉള്ള ഒരു കൂട്ടായ്മ, ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനത് പറയുന്നു. കാരണം എനിക്കത് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞതാണ്. അനേകരുടെ സാക്ഷ്യം കേൾക്കുവാനും വചനം കേൾക്കുവാനും അനേകരുടെ പാട്ടുകളൊക്കെ കേൾക്കുവാനും, അത് ഈ പാട്ടുകാരെ ഒന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഇങ്ങനെ ഈ കാണാതെ പാടുന്ന ഈ കാണാതെ ആൾക്കാരെ കാണാതെ അനേക പാട്ടുകൾ ഞാൻ കേൾക്കും. പാട്ടിനകത്ത് എനിക്ക് താല്പര്യം, കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാടുവാൻ എനിക്ക് അറിയില്ല. ആ രീതിയിൽ വളരെയധികം ബഹുമാനിക്കുന്ന അനേക പാട്ടുകാരെ എനിക്ക് കാണുവാനും അവരുടെ പാട്ടുകൾ കേൾക്കുവാനും സന്തോഷിപ്പാനും ഒക്കെയും ദൈവം എന്നെ ഇടയാക്കി. സത്യം പറഞ്ഞ ഒരു സുബോധമുള്ള ഒരു ജീവിതം ഉറങ്ങുന്നിടത്ത് നിന്ന് ഉണരുവാനും സുബോധത്തോടു കൂടി ഒരു ഒരു പുതിയ ഇയർ തുടങ്ങുവാനൊക്കെ ആഗ്രഹമുണ്ട്. ആ രീതിയിൽ ദൈവസന്നിധിയിൽ സമയങ്ങളെ ചെലവഴിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നന്ദിയോടെ ഓർക്കുന്നു. ഷിബാന്റിയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സർലേച്ചിയാണ് എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ഒരിക്കലും സർലേച്ചിയെ മറക്കുവാനായിട്ട് കഴിയില്ല. കാരണം അത്രമാത്രം ആത്മീയ സന്തോഷം, അറിവും ദൈവിക പരിജ്ഞാനവും എന്നെ തന്നെ തിരുത്തുവാനും ഒക്കെ എനിക്ക് അനേക കുറവുകൾ എന്നിൽ ഉണ്ടായിരുന്ന എന്നെ എനിക്ക് അനേകരുടെ നിന്ന് കേട്ട് തിരുത്തുവാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. വിശേഷാൽ എനിക്ക് എൽസി ആന്റിയെ ഇതിനകത്ത് കാണാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും കൊടുക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ പ്രാർത്ഥനയും എല്ലാ ദിവസവും എനിക്ക് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇറ്റലിയിലായിരിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി ഞാൻ ഇറ്റലിയുടെ പ്രദേശത്ത് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. 2025 ഒരു 2 മിനിറ്റോട് എടുക്കുവാണ്. 2025 എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം ആഗ്രഹിച്ചതായിരുന്നു മോടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് അയർലൻഡിലേക്ക്. അതിന് 1 വർഷത്തെ എൻ്റെ പ്രോസസ്സിങ്. എന്നാൽ അത് അവസാന നിമിഷം അത് റിജക്ഷനായി വരികയും വളരെയധികം ദുഃഖത്തിൽ കൂടി കടന്നു പോവുകയും ഒക്കെ ചെയ്തു ഞാൻ. എന്നാൽ ദൈവം എന്നെ അവിടേക്കല്ല കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. കാരണം അവിടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രത്തോളം ദിവസത്തിൽ ഇരിക്കാൻ സമയവും സാഹചര്യവും കിട്ടത്തില്ലായിരുന്നു. എന്നാൽ ഈറ്റയുടെ പ്രദേശത്തേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സമയങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. എനിക്ക് ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും അനേക മീറ്റിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുവാനൊക്കെ ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവസ്നേഹമൊക്കെ എനിക്ക് അതിനൊക്കെ അറ്റൻഡ് ചെയ്യുവാനുള്ള പ്രചോദനം എനിക്ക് കിട്ടിയത് ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ്. തുടർന്നും എന്നെയും എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ നാട്ടിലായിരിക്കുന്നു. പ്രാർത്ഥിക്കണം, മോളെ ഓർത്ത് പ്രാർത്ഥിക്കണം. മോൾക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്, പഠനം പൂർത്തിയായി. തുടർന്ന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രിയ പൈതലിനെ ദൈവം തന്നെ കൂട്ടിക്കൊണ്ട് പോകണം. ആ രീതിയിൽ ഞങ്ങളെ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കണം. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ സഹോദരിമാരുടെയും സ്നേഹവും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കും ഇങ്ങനെ ഇന്ന് സന്ധ്യാസമയത്ത് ദൈവത്തിന് ഒരു സാക്ഷിയായി നിൽക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞാൻ എന്റെ സാക്ഷ്യത്തോടനുസരിച്ച് 4 ലൈൻ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. സാക്ഷ്യത്തിന്റെ വാക്കുകളായിട്ട്: ഓരോരോ നിമിഷങ്ങൾ വൻ കൃപ തന്നും ഒത്തിരി ഒത്തിരി നന്മകൾ തന്നും ഓമനിക്കും നായകൻ എത്ര നല്ല രക്ഷകൻ. ഓമനിക്കും നായകൻ എത്ര നല്ല രക്ഷകൻ. എന്തു ഭാഗ്യമേ എന്തു മോദമേ എൻ ജീവിതം ധന്യമാക്കി നാഥനൻ ജീവിതം ധന്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ അനുഭവത്തിൽ എഴുതിയൊരു പാട്ടാണ്. അത് ഞാൻ എൽസിമാമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും ഷീബായും തമ്മിൽ സംസാരിച്ചു. 1989 എൽസിമാമയുടെ അനിയത്തി ഗ്രേസമ്മ ആണ് എന്നെ ആദ്യമായിട്ട് സൗര്യമായിട്ട് ക്യാമ്പിന് വിളിച്ചത്. അന്ന് ജോയ്സ് മാമ ഉണ്ടായിരുന്നു, കൊല്ലത്തെ ജോയ്സ് മാമ ഉണ്ടായിരുന്നു. അതിനുശേഷം കൊല്ലത്ത് വെച്ച് എൽസമാമ ഞാൻ ഒന്നിച്ച് ക്യാമ്പിൽ സംബന്ധിച്ചു. അപ്പൊ അങ്ങനെ അമ്മാമ്മയുടെ ആ കാര്യം ഞാൻ ഗ്രേസമ്മയുടെ കാര്യം ഞാൻ ശിവയ്ക്ക് അറിയത്തില്ല. ഞാൻ അന്നേരം
ശ്രീപാട് പറഞ്ഞു. അപ്പൊ അന്ന് പോലെ മാമ എനിക്ക് നേരത്തെ പോലെ അറിയാവുന്ന കാര്യമാണ്. ജെൽസി മാമ ഇപ്പൊ ഇങ്ങനെ അനേക ദിവസം ഞാൻ പറഞ്ഞ എനിക്ക് ഒത്തിരി എന്റെ ഹൃദയത്തിന് സന്തോഷം തരുന്നു. അത് പിന്നെ പൊക്കിപ്പറയുന്നതല്ല. ഇത്രയും 87 വയസ്സുള്ള ഈ അമ്മാമ്മയുടെ വാക്കുകളും പാട്ടുകളും കേൾക്കുമ്പോൾ എന്റെ ഹൃദയം അങ്ങ് തുടിക്കുക. ഇത്രയും ദൈവമേ, എത്ര ദൈവകൃപയാണ് ഇത് ഈ ഒരു വചനം, ഈ ഒരു പാന്തോൽ ലീവിങ്ങില് ഇങ്ങനെ ഒന്നിച്ചൊന്നിരിക്കാൻ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യവും പദവിയുമാണ്. അനേക ശുശ്രൂഷകൾ ചെയ്യുവാന് എനിക്ക് പാന്തോൽ ലീവിങ്ങിൽ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നു. ആ പാന്തോൽ ലീവിങ് ഞാൻ എത്ര സമയം ഞാൻ എല്ലാ മീറ്റിങ്ങുകളും ഞാൻ സംബന്ധിക്കും. ഞാൻ ഇതിന് വന്ന് കൂടും. ചില സമയങ്ങളിൽ എനിക്ക് ഒക്കെ വന്നാൽ ഞാനത് അടുത്തിരിക്കാൻ ഒക്കത്തില്ല, കേട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യും. അങ്ങനെ ദൈവം എന്നെ ആ നിലയിൽ അനുഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു ഈ പാന്തോൽ ലീവിങ്. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ എല്ലാ സൗകര്യന്മാരും, നമ്മൾ കണ്ടില്ലാത്ത സൗകര്യന്മാരെ പക്ഷെ നമ്മൾ ഒന്നായിട്ടുള്ളവരാണ് എന്നെങ്കിൽ ആ സന്തോഷം ഒന്നിച്ചെന്ന് കണ്ട് അനുഭവിച്ച് എല്ലാവരുടെ മുഖം കണ്ടുകൊണ്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ കർത്താവ് ഭാഗ്യത്തിനായി സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കാൻ തുടർന്നും ഞങ്ങളുടെ കുടുംബത്തിലെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കർത്താവിന്റെ സന്നിധിയിൽ ഏറെ ഭയത്തോടും ഭക്തിയോടും വിശ്വസത്തോടും കർത്താവിന്റെ നാമത്തിന് ജീവൻ സഹായിക്കണം. അതെ, ഓരോരോ നിമിഷവും വൻകൃപ തന്നും ഒത്തിരി നന്മ തന്നും കർത്താവ് ഓരോ നിമിഷവും പോറ്റുന്നു. അത് എത്ര ഭാഗ്യമേ, എത്ര ധന്യമേ ജീവിതം അതെ പാടുവാൻ തൊക്കണം കർത്താവ് എവിടെയാക്കി. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ദൈവം ആ നിലയിൽ സഹായിച്ചു, ഇത്രത്തോളം കരുതി സൂക്ഷിച്ചു, പരിപാലിച്ചു. സാത്താൻ വളരെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഒന്നും അവരുടെ തലയെ തകർത്ത കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് അവിടെയൊന്നും താണുപോകാതെ കർത്താവ് യോജിതമായി നടത്തുന്നു. ഇന്നുവരെയും പൂജ്യപ്പെടുത്തുന്നു. കർത്താവ് സന്നിധിയിലെ ഭയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും ജീവിക്കാൻ തുടർന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ശേഷം ഞങ്ങൾക്ക് ഒരു മോനെ 2 പെണ്ണുങ്ങളെ കർത്താവ് വന്നിരിക്കുന്നു. മോനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചു. അതിനുശേഷം അവന്റെ പേര് ഷിബു എന്നാണ്. ഷിബുവും കുര്യാക്കോസ് എന്നാണ്. നിങ്ങൾ അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം, പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ ഈ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നു. പ്രത്യേകിച്ച് ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമാപണം ചെയ്യട്ടെ. പലപ്പോഴും ഒക്കെ എന്നോട് പല കാര്യങ്ങൾ പറയുമ്പോഴും പലപ്പോഴും കയറാൻ പറ്റിയിട്ടില്ല. അതിനാദ്യമായി തന്നെ ഞാൻ ക്ഷമ പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ആത്മമിത്രത്തിന്റെ ആദ്യത്തെ ഒരു മീറ്റിങ്ങിന് കയറിയത് യുഎസിൽ വെച്ച് 2020 ഒരു ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ക്യാമ്പസ് പ്രസിഡന്റിലുള്ള ഒരു മിസ്സസ് ലിസി റോയുടെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ കയറിയത്. ലിസിയോട് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ടും ലിസിയെ സംബന്ധിച്ചോളം ആ ഒരു സമയം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ ഒരു പ്രയാസമില്ല. ലിസിയെ പേഴ്സണലായിട്ട് പലരും പോയപ്പോ കണ്ടു. അതെല്ലാം ഒത്തിരി ടച്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ആത്മമിത്ര അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ടെങ്കിലും ഇടയ്ക്ക് ഒത്തിരി ആബ്സെന്റ് ആകാറുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റർ ഷീബയും കുടുംബത്തെയും ബ്രദർ ഷാജനും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരിമാർക്കായി നന്ദി പറയുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇതിനകത്തുനിന്നുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കാൺപൂരിലും ആഫ്രിക്കയിലും ഒക്കെ എന്റെ കൂടെ കാൺപൂരിൽ എപ്പോഴും ഒരു സംഘം സഹോദരിമാരും കുഞ്ഞുങ്ങളും കാണും. ആഫ്രിക്കയിലാവുന്ന ചില ദിവസങ്ങള് കൂട്ടമായിട്ടാണ് മീറ്റിങ്ങുകളും വിസിറ്റിങ്ങും. എന്നാൽ ഈ പ്രദേശത്ത് ഒന്ന് സെറ്റിൽ ആയ ശേഷം ഞാൻ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറുകാരിയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പല സ്ഥലത്ത് പല കൾച്ചറുകളാണ്. സഹോദരിമാർ വളരെ ചുരുക്കമായിട്ടാണ് ഈ ഭാഗത്ത് വേലയ്ക്ക് ഇറങ്ങുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിസിറ്റിങ്. മാസത്തിൽ ഒരു CSFന്റെ വർക്കും പിന്നെ ഒരു ശനിയാഴ്ച മീറ്റിങ്ങും ഉള്ളു. ബാക്കി ഒരു വിസിറ്റിംഗ് പോലും ഇല്ലാതെ വളരെ ഭാരപ്പെട്ട, ശരിക്കും പറഞ്ഞാല് ഒരു മെന്റൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ആയിട്ടുണ്ട്. കണ്ണൂരിലും ആഫ്രിക്കയിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു സന്ദർഭം ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഈ ആത്മമിത്രത്തിലേക്ക് ഞാൻ കയറിയത്. ഞങ്ങളുടെ സാക്ഷികളും പ്രത്യേകിച്ച് മോളോടുള്ള ബന്ധത്തിലുള്ള സാക്ഷികളും നിമിത്തം ഞങ്ങളെ ഈ പ്രദേശത്തോ കേരളത്തിൽ അധികം പേര് അറിയത്തില്ല. കാരണം 20 വയസ്സായപ്പോൾ കെട്ടിച്ചു പോയത് അച്ഛൻ അന്നേലും 16 വയസ്സായപ്പോൾ കേരളം വിട്ടതാണ്. അതിനുശേഷം ഒരു ദീർഘവർഷത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. എന്നാൽ ഈ ആത്മമിത്രത്തിൽ ഞങ്ങളുടെ സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് അനേകരെ ഞങ്ങളെ വിളിക്കുവാനും ഷാജൻ ബ്രദറെ ഞങ്ങളുടെ നമ്പർ ഇടുവാനും മോളെ ആന്തേലും അനേകര് ആ സാക്ഷ്യത്തിൽ കൂടെ വിളിക്കാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ബ്രദർ ഞങ്ങളുടെ ടെസ്റ്റ് മണിനകത്ത് കിടക്കുന്നതുകൊണ്ട് അനേകം പ്രിയപ്പെട്ട് പിന്നെയും കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ സഹായിച്ചു. പലയിടത്തും മിനിസ്ട്രിക്ക് അതൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് 50 വർഷം കുടുംബജീവിതത്തിലായി. ആ സമയം കർത്താവ് പരിപാലിച്ചു, കുഞ്ഞുങ്ങളെ നൽകി തന്നു.
ആവുന്നിടത്തോളം കർത്താവിന്റെ വേലയിലായിരിക്കണം എന്നുള്ള ഒരു താല്പര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രത്യേക ഒരു വർഷമായിരുന്നു. 70 വർഷം കംപ്ലീറ്റ് ചെയ്തു. എന്റെ മാതാവ് 37 പോയപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ 70 മുമ്പ് എന്നെ എടുക്കണമെന്നുണ്ട്. ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. കഴിഞ്ഞ ആഴ്ച ട്രൈബൽ മിഷന്റെ വേലയോടുള്ള ബന്ധത്തിൽ അട്ടപ്പാടി പോയപ്പോൾ 90 വയസ്സുള്ള ഒരു ആന്റി, മനോരമ എന്ന് പറയും, കൊല്ലത്തുനിന്ന് വളരെ ദീർഘമായി മെസ്സേജ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ ആന്റിയുടെ ആത്മീയ ഉണർവ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാനും, പ്രത്യേകിച്ച് ഒരു സഹോദരി പറഞ്ഞ പോലെ എന്നെ കല്യാണം കഴിച്ച സമയത്ത് സുവിശേഷനിലുള്ള 2 പേര്, ഒന്ന് സിസ്റ്റർ എൽസി ആന്റി, ഒന്ന് മേരി തുമ്പൂർ. ഇവരുടെ 2 പേരുകളാണ് ഞാൻ പ്രകടന സഭയിലെ സഹോദരിമാരെ കുറിച്ച് കേട്ടിട്ടുള്ളത്. എൽസി ആന്റി എപ്പോഴും ഒരു ഉത്തേജനമാണ് നമുക്കെല്ലാം ഈ പ്രായത്തിൽ. വളരെ സന്തോഷത്തോടുകൂടി ഒരു മീറ്റിംഗും മുടക്കാതെ എൽസി ആന്റിയെ കാണുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അതുപോലെ മേരി കുട്ടി ആന്റിയും എല്ലാം പ്രിയപ്പെട്ടവരെ, ദൂര സ്ഥലങ്ങളിലുള്ളവരെ കാണുവാന്, ഇടപെടുവാനും, നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും എപ്പോഴും ഇല്ല ഓർക്കുമ്പോഴൊക്കെ ഈ സൂം മീറ്റിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷിബയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രിയൊക്കെ കൂടാതെ ഇപ്പോഴൊരു സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ, ഒരാളെ കൂടെ വീട്ടിൽ വെക്കുക. ഞാൻ ഓർക്കുകയാണ്, അതൊക്കെ ഒരു വലിയ ടാലന്റ് ആണ്, ദൈവത്തിന്റെ ഒരു കൃപയാണ്. ഞാൻ അതിശക്തി പറയല്ലേ, കഴിഞ്ഞ ആഴ്ച ഒരു സുവിശേഷൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം ഹോട്ടലിൽ താമസിച്ചു. ഞാൻ അറിയുന്ന സുവിശേഷനല്ല, കുടുംബമായി കുഞ്ഞിനെ കൊണ്ട് വന്നിട്ട് ഹോട്ടലിൽ താമസിക്കുന്ന ഗതികേട് നമ്മുടെ കേരളത്തിൽ വന്നു. ഞാൻ ആ പുള്ളിയെ വിളിച്ചോണ്ട് 2 ദിവസം താമസിച്ചു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കൂടെ നമ്മുടെ കേരളം കടന്നു പോകുന്ന സമയങ്ങളിൽ തമ്മിൽ, പ്രത്യേകിച്ച് ഈ സഹോദരിമാരുടെ മീറ്റിങ്ങുകളോ, സഹോദരിമാരെ ഈ ഭാഗത്ത്, എനിക്കറിയത്തില്ല നിങ്ങളുടെ ഭാഗത്ത്, ഞാൻ താമസിക്കുന്ന ഭാഗത്ത് സഹോദരിമാർക്ക് അതിന് യാതൊരു താല്പര്യമില്ല. 2 പ്രാവശ്യം ഞാൻ IPCയുടെ വെള്ളിയാഴ്ചത്തെ പ്രയർ മീറ്റിങ്ങിൽ പോയി. അങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ 2 നോർത്ത് ഇന്ത്യൻ കൂട്ടി ഞാൻ കടന്നു പോകാറുണ്ട് പല സ്ഥലങ്ങളിലും. നമ്മുടെ അനുഗ്രഹിക്കത്തെ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കാൻ നമ്മളെ പുതിയ വർഷത്തിൽ സഹായിക്കട്ടെ. ഷിബയ്ക്കും ഷാജന് വേണ്ടി ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 15:58. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യക്തമല്ലായെന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ പോലും വർദ്ധിച്ചു വരുന്ന ഒരു വാഗ്ദാനം ദൈവം നമ്മളെ സഹായിക്കട്ടെ. എവിടെയായിരുന്നാലും നാമത്തിന് വേണ്ടി അവന്റെ വേലയോടുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആക്ച്വലി 5 വർഷം ഈ പാൻഡത്ത് ഫോർ ദി ലിവിങ് വേർഡ് എന്ന ഗ്രൂപ്പിൽ എനിക്ക് 5 വർഷം മുമ്പ് ജോയിൻ ചെയ്യുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ക്രിസ്തീയ സഹോദരിയിലാണ് ഞാൻ ആദ്യമായി ജോയിൻ ചെയ്തത്. അവിടെ നിന്നും സൂസൻ കുഞ്ഞുമോൻ സിസ്റ്ററാണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തിയത്. തുടർന്ന് എനിക്ക് എത്ര ആത്മീയ അനുഗ്രഹങ്ങളാണ് ലഭിച്ചതെന്ന് ഓർക്കുമ്പോൾ അത് എണ്ണിയാൽ തീരത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് ഷീബ സിസ്റ്റർ ഓരോ ശുശ്രൂഷകൾ തരികയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു 25 വർഷത്തോളം ഞാനും ഓഫീസും വീടുമായിട്ട് അങ്ങനെ ബിസി ആയിരുന്നു. എന്നാൽ നമ്മുടെ പൊന്നങ്കിപുരം അസംബ്ലി ചെന്നൈയിൽ മീറ്റിംഗ് ഒന്നും മുടക്കാതെ ഞങ്ങൾ സംബന്ധിക്കും. സിസ്റ്റേഴ്സ് മീറ്റിങ്ങും ആ കാര്യങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയും ഓഫീസിൽ നിന്ന് ലീവ് എടുത്തും പെർമിഷൻ വാങ്ങിയും എനിക്ക് സംബന്ധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതലായിട്ടൊന്നും ജോലിയോടുള്ള ബന്ധത്തിലും വീട്ടുകാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ ഈ സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി സഹോദരിമാരുടെ ഈ ശുശ്രൂഷകൾ കൂടി അനേക കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു. കൂടുതൽ സമയം ഞാൻ വായിച്ചതുപോലെ ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കുക. അപ്പോഴും നമുക്ക് അവസരങ്ങൾ ലഭിക്കും. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തണം.
അതാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് സാധിച്ച അനേക അവസരങ്ങൾ ഉണ്ട്. പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്, വചനം പറയുവാനായിട്ടുണ്ട്. അതിനൊക്കെ പല സഹോദരിമാരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് എടുത്തു പറഞ്ഞാല് അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ വളരെ ഭയത്തോടൊക്കെയാണ് ഞാനൊരു മെസ്സേജ് കൊടുക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും പറഞ്ഞ പോലെ എൽസി ആൻറ്റിയും മറ്റു സഹോദരിമാരെല്ലാം വചനത്തിൽ കൂടുതൽ അറിവുള്ളവരാണ്. എന്നാൽ ആ വചനം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പ്രോത്സാഹനം കേൾക്കുമ്പോൾ ഒത്തിരി ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് എൽസി ആൻറ്റിയും പറഞ്ഞു, ഞാൻ ഓബേദ്-ഏദോമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, അത് ഞാൻ അധികം സംസാരിച്ചിട്ടില്ല, എനിക്ക് അതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന്. അത് എന്നെ ഒത്തിരി ബലപ്പെടുത്തി. വളരെ ഭയത്തോടാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ അപ്പൊ അങ്ങനെ ദൈവവചനത്തിന്റെ മുമ്പാകെ കൂടുതൽ സമയം ഇരിക്കുവാനും പഠിക്കുവാനും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനാ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനും അതേപോലെ അതിലെ പ്രോഗ്രാം ഒക്കെ തയ്യാറാക്കണമെന്ന് ഷീബ സിസ്റ്റർ പറയുകയും കഴിഞ്ഞ 4-5 വർഷമായി ആ കാര്യങ്ങള് ദൈവകൃപയാൽ ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് കൃപ ചെയ്തു. അനേക സഹോദരിമാരോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറയുമ്പോഴും എല്ലാവരും വളരെ ഉത്സാഹത്തോടെ യെസ് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എല്ലാ യാത്രയിലോ അല്ലെങ്കിൽ സുഖമില്ലാത്ത സമയത്ത് മാത്രമേ നോ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അതിന് സഹകരിച്ചു. ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കൂടാതെ ഒരു നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തില് ഞങ്ങളുടെ ഇളയ മോള്, അവള് കല്യാണം കഴിഞ്ഞ് 6 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് ഒരു തലമുറയ്ക്കായിട്ട്. ഞാൻ ആ വിഷയം ഗ്രൂപ്പിലെ പ്രേയറില് ഇടുവാനും അത് എല്ലാവരും നമ്മൾ ഇന്ന് കേട്ടതുപോലെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനായിട്ട് തങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ പോലെയും കൊച്ചുമക്കളെ പോലെയും ആ കാര്യം കയ്യിൽ എടുത്തുകൊണ്ട് എല്ലാ ആന്റിമാരും സഹോദരിമാരും ആ വിഷയത്തിനായിട്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു. അവൾക്ക് ഒരു ഗർഭഫലത്തെ കൊടുത്തു. ആ കാര്യം ഞാനിവിടെ പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്ന് മാത്രമേ പറയാൻ എനിക്കുള്ളൂ. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. തുടർന്നും അവൾക്കായിട്ട് പ്രാർത്ഥിക്കണം. കൂടാതെ ഓരോ ആന്റിമാരും വിളിച്ചന്വേഷിക്കും. ഷീന ജോൺസൺ എന്നാണ് അവളുടെ പേര്. അവളുടെ കാര്യങ്ങൾ ചോദിച്ചന്വേഷിക്കുവാനായിട്ട് ഒരു ഫാമിലിയിലെ മെമ്പറെ പോലെ എല്ലാവരും ആ കാര്യങ്ങൾ എടുത്തു ചെയ്യുന്ന കാണുമ്പോൾ വളരെ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ദൈവത്തിന്റെ ആ സ്നേഹം ഓരോ സഹോദരിമാരിൽ നിന്നും കാണുവാനായിട്ട് ഇടയാക്കി. അതിനായിട്ട് സ്തോത്രം. തുടർന്നും പ്രാർത്ഥനയ്ക്കായിട്ട് അവളെ പ്രത്യേകം കരങ്ങൾ വഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ സഹോദരിമാരുടെ ഈ പ്രവർത്തനങ്ങളിലെ ശുശ്രൂഷകളില് ദൈവം എന്നെയും ഒരു ഭാഗമാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിലുള്ള എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ പ്രത്യേക നന്ദിയുണ്ട്. എന്നോട് ചേർന്ന് ഈ ഗ്രൂപ്പിലെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഉത്സാഹത്തോടെ ചെയ്യുന്നതോർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് മാത്രം ഇരിക്കട്ടെ. ആമേൻ. ഇനിയും ഒരു 5 മിനിറ്റോടെ അല്ലേ? ആർക്കെങ്കിലും സാക്ഷി പറയാം? പറയാം, പെട്ടെന്ന് പറയാം. ദൈവനാമം മഹത്വപ്പെട്ടു.
പറഞ്ഞോ ആന്റി, മോളി പറഞ്ഞോ. അല്ല മോളി തുടങ്ങി. മോളി ചെന്നൈന്ന് മോളി പറഞ്ഞോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഞാന് ചെറുപ്രായം മുതലേ സ്റ്റേജ് ഫിയർ വളരെയുള്ള ഒരു സഹോദരിയാണ്. അത് ഒരു വളരെ പ്രായം ചെല്ലുന്ന സമയത്ത് വരെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ മുന്നോട്ട് വരുവാൻ എനിക്ക് എന്തോ വളരെ ഒരു പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എന്നാല് ദൈവവചനം വായിക്കുമ്പോൾ അതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഒരു ഡയറിക്കകത്ത് കുറിച്ചിടും. അതെൻ്റെ ട്രഷർ ബുക്കാണ്. അപ്പൊ അതിൽ അനേകം വചനങ്ങൾ എല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് വളരെയധികം ദൈവത്തെ ഞാൻ സ്തുതിക്കാറുണ്ട്. എന്നാൽ ആ ഒരു ചെറിയ സംരംഭം കർത്താവ് അനുഗ്രഹിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബുക്ക് തിരുവെഴുത്തിൻ പഴമുത്തുക്കൾ എന്ന ഒരു പേരിൽ എഴുതുവാനും അത് പബ്ലിഷ് ചെയ്യുവാനും ദൈവം കൃപ ചെയ്തു. അതൊന്നും എൻ്റെ മിടുക്കല്ല, ഒരു കഴിവും ഇല്ലാത്ത എന്നെ ദൈവം ആ നിലയിൽ ഉപയോഗിച്ചു. എന്നാൽ വായ തുറക്കുന്ന കാര്യത്തിൽ ഞാൻ പിന്നെയും പിന്നോക്കമായിരുന്നു. എന്നാൽ ഷീബ സഹോദരിയുടെ ഉത്സാഹവും വീട്ടിലെ പ്രായമുള്ള അമ്മമാരെ എല്ലാം നോക്കി കഴിഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും എല്ലാം ചെയ്യുന്നത് അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ എൽസി ആന്റിയുടെ പ്രസൻസും ഇത്രയും പ്രായമായിട്ടും കാര്യങ്ങളൊക്കെയും എല്ലാവർക്കും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി നടക്കുന്നതൊക്കെയും കാണുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട്. ദൈവമക്കൾക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത് എത്രയോ വാസ്തവമാണ്. എൻ്റെ ജീവിതത്തില് ഞാൻ എൻ്റെ ഏകാന്തതയിൽ ഒരു നല്ല ഒരു കമ്പാനിയനാണ് ഈ സൂം മീറ്റിംഗ് എന്ന് പറയാം. അത് എനിക്ക് വളരെ അനുഗ്രഹമാണ്. അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അനേകം പേരെ മനസ്സിലാക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെയും ദൈവം കൃപ ചെയ്തു. അതിനായി സ്തോത്രം. ഇനിയും എനിക്ക് ദൈവം തരുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിനായിട്ട് ചെലവഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അതിന് മടി കാണിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. ഒരു സഹോദരി എന്ന് സംസാരിച്ചതുപോലെ നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി ദൈവം തരുന്നതാണ് എന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുവാനായിട്ട് അത് നമ്മളുടെ കടമയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ തനിയാണ്. ഏകാന്തതയിൽ നമുക്ക് ഇങ്ങനെയുള്ള കൂടിവരവൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് 9 സഹോദരിമാർക്ക് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. എല്ലാവരുടെയും സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു. അന്യോന്യം സ്നേഹിക്കുവാനും കാണുവാനും സൗഹൃദം ഉണ്ടാകുവാനും അവരുടെ കഴിവുകൾ കണ്ടെത്തി അതൊക്കെ ചെയ്യുവാനും ഒക്കെയുള്ള ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രോത്സാഹനവും പിന്നെ ഒരുങ്ങിയിരിക്കുവാനും എല്ലാ കാര്യങ്ങളും വചനത്തിന്റെ മുമ്പാകെ കൂടുതൽ സമയം ഇരിക്കുവാനും ഒക്കെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് അവസരങ്ങളെ ദൈവം ഒരുക്കി തന്നു. അതെല്ലാം സഹോദരിമാരിൽ നിന്ന് കേൾക്കുമ്പോൾ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. തുടർന്നും ഏറ്റവും അനുഗ്രഹമായി ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുവാനായിട്ട് സഹോദരിമാരുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സാക്ഷി പറഞ്ഞ ഷേർലി കോശി സിസ്റ്റർ, ലീലാമ്മ ആന്റി, ഓമന സാമുവേൽ ആന്റി, മോളി ആന്റി, പിന്നെ ഞാൻ, ഈ 5 പേർക്കായിട്ട് ഇപ്പോൾ ബീന സിസ്റ്റർ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഓവർ ടു ബീന ജോ.
വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ശ്രേഷ്ഠ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് ചില മണിക്കൂറുകൾ അടുത്ത സംസാരിക്കുവാനോട് സഹായിച്ചു. കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക സന്മാർക്ക് ചെയ്യുവാൻ തക്കവണ്ണം നിർവഹിക്കായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും കണ്ണടിയങ്ങളെ സഹായിച്ചു വഴിനടത്തി എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും കണ്ണടിയങ്ങളെ നിറച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ കുറവൊന്നും ഓർക്കാതോണം കർത്താവെ, അടിയങ്ങളെ ഓരോ നിമിഷവും അവിടുന്ന് കാത്തു പരിപാലിക്കുന്ന അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ഇന്നത്തെ ഈ മീറ്റിംഗ് എത്രത്തോളം അനുഗ്രഹമായി നടക്കുവാൻ അവിടെ സഹായിച്ചു. ആദ്യോടന്തം കർത്താവെ, അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കോണം പ്രിയ ചാർലി ആന്റി അവിടുന്ന് ബലപ്പെടുത്തി അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീയ സന്തോഷത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കൊടുത്തിരിക്കുന്ന കഴിവുകൾ കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നാളുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബമായിട്ട് അവരെ സഹായിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ആന്റിയുടെ സാക്ഷ്യം കേൾക്കുവാനായിട്ടും ഇടയായിട്ട് തീർന്നു. കർത്താവെ, മകൾക്ക് ഇളയ മകൾക്ക് കൊടുത്തിരിക്കുന്ന കർത്താവെ ഉദരഫലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എങ്കിലും കർത്താവെ അവിടുന്ന് കൊടുത്ത ഈ സന്തോഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ആ ഉദരഫലത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുന്ന് സൂക്ഷിക്കണമേ. ആരോഗ്യമുള്ള ഒരു പൈതലിനെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ അവർക്ക് കുടുംബമായിട്ട് ഇടയാക്കുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നടത്തുമാറാകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ കുടുംബമായിട്ട് അടുത്ത കരങ്ങളിലെ തരുന്നു, സഹായിക്കണം, അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റു മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അവിടുത്തെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഓപ്പണിംഗ് പ്രയർ ചെയ്യാൻ തക്കോണം മേൽക്കുട്ടി ആന്റി അവിടുന്ന് ബലപ്പെടുത്തി അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുമാരുടെ ആവശ്യങ്ങളിലും കർത്താവെ ഇതുവരെ സഹായിച്ചു വഴി നടത്തിയ അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭവനത്തില് കർത്താവെ ഏകയായിരിക്കുമ്പോഴും കർത്താവെ അവിടുത്തെ കൃപയും സാന്നിധ്യവും കർത്താവിനും അവളോട് കൂടെ ഇരുന്ന് അവിടെ സഹായിക്കണം. അവളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരമായ എല്ലാ അസ്വസ്ഥകളിൽ നിന്നും പ്രയാസങ്ങളിലും വിടുവിച്ച് കർത്താവെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ തക്കോണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, അതുപോലെ ഗാനങ്ങൾ ആലപിക്കുവാൻ തക്കോണം കർത്താവെ പ്രിയശാന്തി അവിടുന്ന് ബലപ്പെടുത്തി അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നല്ല ശബ്ദം കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിന്റെ മക്കള് ബൊമ്പയുടെ പ്രദേശത്ത് ചെയ്യുന്ന ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുട്ടാനെയും മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കലുമായിരിക്കുന്ന സ്ഥാനങ്ങൾ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുമാറാണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങളാലും അവിടെ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ വരെ ശുശ്രൂഷിപ്പാൻ തക്കോണം പ്രിയ സഹോദരി വിഷയം അവിടുന്ന് ബലപ്പെടുത്തി നിന്റെ മക്കളും ആയിരിക്കുന്ന സ്ഥാനത്തെ കൃപയിൽ സൂക്ഷിക്കണം. കർത്താവെ, രാജസ്ഥാനില് കർത്താവെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. കർത്താവെ, അവിടെയുള്ള കുഞ്ഞുങ്ങളോട് അങ്ങയുടെ അതിനൊക്കെയും പറഞ്ഞു കൊടുക്കുവാൻ തക്കോണം ഈ നാളുകളിൽ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, അതുപോലെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകുവാൻ തക്കോണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുമാന കർത്താവെ ഇപ്പോൾ പുന്നാറിലായിരിക്കുന്നുവല്ലോ, അവിടുന്ന് സഹായിക്കണം. ശിവന്റെ ഭവനത്തിൽ താമസിച്ച വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ കർത്താവെ ആത്മീയമായും കർത്താവെ അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വേദനയെ സഹായിക്കണം. കർത്താവെ, ആവശ്യമായ എല്ലാ ദൈവകൃപയും അവിടുന്ന് കൊടുക്കണമേ. ചെറുപ്രായത്തിനെ കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ സാക്ഷികളെ ജയിപ്പാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സൗകര്യ കുടുംബമായിട്ട് അടുത്ത കരങ്ങളെ തരുന്ന കർത്താവെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാട്ടിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അവരുടെ യാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണം. ക്ഷേമത്തോടെ കടന്നു വന്ന കർത്താവെ നാട്ടിലുള്ളവരെയൊക്കെ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ടെസ്റ്റ് മണി പറഞ്ഞ പ്രിയ സഹോദരിമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സഹോദരിമാരെ അവിടുന്ന് സഹായിക്കണം, അവിടുന്ന് ബലപ്പെടുത്തണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മസന്തോഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഷർലി കൊച്ചി സൗകര്യമൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ മകളും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അടുത്ത കൃപയിൽ സൂക്ഷിക്കണം. കർത്താവെ, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അന്ന് കൂടെ ഇരിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു.
മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവളും ഇറ്റലിയുടെ പ്രദേശത്തായിരിക്കുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞു. കർത്താവെ, ഒരു ജോലിയുടെ ആവശ്യമുണ്ട്. കർത്താവെ, തക്ക സമയത്ത് നമ്മൾക്ക് ഒരു ജോലി ലഭിക്കാൻ ഇടയാകേണ്ടതിനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സഹോദരനും നാട്ടിലായിരിക്കുന്നു. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. ആരോഗ്യം ബലമൊക്കെ നൽകി കൊടുത്തോണ്ട് സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനുമാൾക്കും ശരീരമായ പ്രയാസങ്ങളുണ്ട്. കർത്താവെ, അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. കുടുംബമായിട്ട് അവരെയോട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതെല്ലാം അമ്മയോർക്ക് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്കും കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, അതിനുമേ കൊടുത്തിരിക്കുന്ന എല്ലാ സന്തോഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഗാനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം കർത്താവിന് മകളയോട് ദൈവം ബലപ്പെടുത്തി അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾക്കും ആ ഗാനങ്ങളൊക്കെ പഠിക്കുവാനും പാടുവാനും ഒക്കെയും ഈ നാളുകളിൽ അവിടുന്ന് സഹായിക്കുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബമായിട്ട് അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഗാനം കൊടുത്ത മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുമാറാണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ശിക്ഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കോണം കർത്താവെ ഈ നാളുകളിൽ നിന്നുമാന്റെ പ്രവർത്തന മുഖാന്തരം ഇടയാക്കുമാറാണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവരെ ഇടുന്ന സഹായിക്കുകയും ജയിക്കുകയും ചെയ്യണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയുടെ കരങ്ങളെ തരുന്ന കർത്താവെ, കുടുംബമായിട്ട് അവരെ സഹായിക്കണമേ. കർത്താവെ, അതുപോലെ ഡാലിയാൻറ്റി പറഞ്ഞ സുരക്ഷിതനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓമനമാമഹോത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നമ്മളുടെയും കർത്താവെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കർത്താവെ, നമ്മളോടൊന്ന് കാണിച്ചതിനായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. കർത്താവെ, അമേരിക്കയുടെ പ്രദേശങ്ങളിലും ആഫ്രിക്കയുടെ പ്രദേശങ്ങളിലൊക്കെയും കടന്നുപോയി. കർത്താവെ, അവിടെ ആയിരുന്ന നാളുകളിൽ കർത്താവെ അവിടുന്ന് സൂക്ഷിച്ചു പരിപാലിച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം നാട്ടിലേക്ക് കടന്നു വരുവാനും കർത്താവെ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനും ഇടയാക്കുന്നു. ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് അവരെ സഹായിക്കണം. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കണമേ. കർത്താവെ, അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കോണം കർത്താവെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നാളുകളിൽ സഹായിക്കുന്നു. ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കൊടുത്തിരിക്കുന്ന കുടുംബജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 50 വർഷക്കാലം അവരെ അവിടുന്ന് കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ മകളുമായിരിക്കുന്ന സ്ഥാനത്ത് അടുത്ത കൃപയിൽ സൂക്ഷിക്കണം. മകളുടെ ജോലി കാര്യങ്ങൾ അവിടുന്ന് കൂടിയിരിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുത്തോളോട് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചെയ്യുന്ന ശുശ്രൂഷകളിലൊക്കെയും അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് മേരിയാന്റിയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളോട് ഇതുവരെ അവിടുന്ന് സഹായിച്ച വഴി നടത്തിയതിനായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തനിയായിരിക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവെ, ഏകാന്തതയുടെ അനുഭവത്തിൽ നിന്നും കർത്താവെ എന്റെ മകൾക്ക് ഒരു പുസ്തകം എഴുതാനൊക്കെ ആയിട്ട് ഇടയായിട്ട് തീർന്നു. അത് വായിച്ചു കർത്താവെ അത് പ്രയോജനകരമായി തീരുവാൻ അവിടെ സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുമായിരിക്കുന്ന സ്ഥാനത്ത് അടുത്ത കൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവെ, പരിപാലിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ോളോടുന്ന ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും അവകാശം അവിടുന്ന് ഒരുക്കി തന്നതിനായിട്ട് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടികളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അടികൾ ഇപ്പോൾ പിരിയട്ടെ. പിരിയാത്ത സ്ഥാനത്താൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടവർക്കായി സ്തോത്രം. സ്ഥലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന കൃപയുണ്ടായി അവിടുന്ന് കേൾക്കുമാറാണമേ. ആമീൻ. താങ്ക് യു ബീന സിസ്റ്റർ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ആന്റിമാർക്കും സഹോദരിമാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് ശുശ്രൂഷകൾ ചെയ്ത എല്ലാവരെയും, സാക്ഷി പറഞ്ഞ എല്ലാവരെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടാതെ ഇന്ന് നമുക്ക് വചനം നൽകി തന്ന ജിഷ രാജു സിസ്റ്ററിനോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത 26-ാം തീയതിയും സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. എല്ലാവരും ഒരുങ്ങി വരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.